സമൂഹം ആശങ്കയോടെ ഇക്കാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് വിഷമയമായ ഭക്ഷണത്തെ പറ്റിയാണ്. ഭരണകൂടങ്ങൾ നിസ്സംഗത തുടരുമ്പോൾ നിയമ കമ്മീഷൻ പ്രത്യാശ പകരുകയാണോ? വിഷം വിളമ്പിയാൽ അത് കലർത്തിയാൽ കൊലക്കുറ്റം ആകേണ്ട കാലം അതിക്രമിച്ചോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഭക്ഷണത്തിലെ മായം തടയാൻ കർശന നിർദ്ദേശവുമായി നിയമ കമ്മീഷൻ. മായം കലർത്തുന്നവർക്കും വിൽക്കുന്നവർക്കുമെതിരെ കൊലക്കുറ്റം ചുമത്താം. ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തണം. പിഴ 1 ലക്ഷം രൂപയാക്കാമെന്നും നിയമ കമ്മീഷൻ റിപ്പോർട്ട് കേന്ദ്രത്തിന് കൈമാറി. പാർലമെന്റ് സമിതിക്ക് മുന്നിൽ ഉത്തരം മുട്ടി RBI ഗവർണർ. നോട്ട് പ്രതിസന്ധി എന്ന് തീരുമെന്നറിയില്ല. തിരികെ എത്തിയ പണം എത്രയെന്നും ഗവർണർക്കറിയില്ല. RBI ഓഫീസുകൾ ഉപരോധിച്ച് കോൺഗ്രസ്. 5 പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികളുടെ 25% ഓഹരികൾ വിൽക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ജല്ലിക്കെട്ടിനായി ഒറ്റക്കെട്ടായി തമിഴകം. ചെന്നൈ മറീന ബീച്ചിൽ പ്രതിഷേധവുമായി ഒത്തുകൂടിയത് ആയിരങ്ങൾ. കാഴ്ചക്കാരായി പോലീസ്. പിന്തുണച്ച് രജനിയും കമലും വിജയും. സർക്കാർ ചർച്ച പരാജയം. ഇടപെടാനാവില്ലെന്ന് മദ്രാസ് ഹൈക്കോടതി. ഗാന്ധി നിന്ദയിൽ വിശദീകരണവുമായി നിയമസഭാ സ്പീക്കർ. ഗാന്ധിജിയെ മനഃപൂർവ്വം ഒഴിവാക്കിയതല്ല. നിയമസഭാ വാർഷികമായതിനാലാണ് EMSന് പ്രാമുഖ്യം നൽകിയതെന്ന് P. ശ്രീരാമകൃഷ്ണൻ. ഗാന്ധിജിയുടെ പ്രതിമ മറച്ചുള്ള വജ്ര ജൂബിലി ആഘോഷം പുറത്തുകൊണ്ടുവന്നത് ന്യൂസ് 18. ഇനി കാര്യങ്ങൾ അത്ര സുഖകരമായേക്കില്ല. തീന്മേശയിൽ വിഷം വിളമ്പിയാൽ കൊലയാളിയായേക്കും. ഭക്ഷ്യവസ്തുക്കളിൽ മായം കലർത്തുന്നവർക്കും മായം കലർത്തിയ ഭക്ഷണം വിൽക്കുന്നവർക്കുമുള്ള ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തണമെന്ന് നിയമ കമ്മീഷൻ. കുറ്റക്കാർക്കുള്ള പിഴ 1 ലക്ഷം രൂപയാക്കണം. ഇതിനായി നിയമം ഭേദഗതി ചെയ്യണമെന്നും സുപ്രീം കോടതിയിൽ സമർപ്പിക്കുന്നതിനായി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ കമ്മീഷൻ നിർദ്ദേശിക്കുന്നു. ഭക്ഷ്യവസ്തുക്കളിൽ മായം കലർത്തുന്നത് തടയാൻ നിലവിലെ നിയമവ്യവസ്ഥകൾ തീർത്തും അപര്യാപ്തമാണെന്നാണ് നിയമ കമ്മീഷന്റെ വിലയിരുത്തൽ. മായം കലർത്തുന്നവർക്കും മായം കലർത്തിയ ഭക്ഷണം വിൽക്കുന്നവർക്കും IPC 272, 273 വകുപ്പുകൾ പ്രകാരം 6 മാസം തടവും 10,000 രൂപ പിഴയുമാണ് നിലവിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ. എന്നാൽ 1954 നിയമപ്രകാരം മായം കലർത്തുന്നതുമായി ബന്ധപ്പെട്ട ചെറിയ കുറ്റങ്ങൾക്കും വലിയ ശിക്ഷയാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളാകട്ടെ നിയമം ഭേദഗതി ചെയ്ത് മായം കലർത്തുന്നതിനുള്ള ശിക്ഷ വർദ്ധിപ്പിച്ചു. വ്യത്യസ്ത നിയമങ്ങൾ നിലവിലുള്ളതുകൊണ്ട് ആശയക്കുഴപ്പം ഒഴിവാക്കുന്നതിന് ശിക്ഷ ഏകീകരിച്ച് ശുപാർശ നൽകാൻ സുപ്രീം കോടതിയാണ് നിയമ കമ്മീഷനോട് ആവശ്യപ്പെട്ടത്. മായം കലർത്തിയതുമായി ബന്ധപ്പെട്ട പ്രധാന കുറ്റങ്ങൾക്ക് ജീവപര്യന്തം ശിക്ഷയും 1 ലക്ഷം രൂപ പിഴയും ഈടാക്കണമെന്ന് കോടതിക്ക് റിപ്പോർട്ട് നൽകാനാണ് കമ്മീഷന്റെ തീരുമാനം. ശിക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ട് സംസ്ഥാനങ്ങൾ കൊണ്ടുവന്ന ഭേദഗതി എല്ലായിടത്തും ബാധകമാക്കണം. അതേസമയം തന്നെ പ്രത്യേക കാരണങ്ങളുണ്ടെങ്കിൽ കോടതികൾക്ക് ജീവപര്യന്തത്തിൽ കുറഞ്ഞ ശിക്ഷ നൽകാം. കേന്ദ്ര നിയമ സെക്രട്ടറി കൂടി പങ്കെടുത്ത യോഗത്തിലാണ് ശിക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള ശുപാർശകൾക്ക് അന്തിമ രൂപമായത്. നിയമ കമ്മീഷൻ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ നിയമ ഭേദഗതിക്കായി കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ ബിൽ അവതരിപ്പിക്കും. ന്യൂസ് 18, ഡൽഹി. പ്രൈം ഡിബേറ്റ് ചർച്ചയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത് കൃഷിമന്ത്രി ശ്രീ VS സുനിൽകുമാർ ആണ്. അതുപോലെ തന്നെ പരിസ്ഥിതി പ്രവർത്തകൻ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവ് ചേരുന്നു. ഡോക്ടർ SS സന്തോഷ് കുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. പാചക വിദഗ്ധ കന്യക മാസികയുടെ മാനേജിംഗ് എഡിറ്ററായ ടോഷ്മ ബിജു വർഗീസ് കോട്ടയത്ത് നിന്ന് ചേരുകയാണ്. ഇപ്പോൾ മന്ത്രിയിലേക്ക് പോകും മുമ്പ് തന്നെ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവ്, നിയമ കമ്മീഷൻ്റെ ഈ ശുപാർശ വലിയ നിലയ്ക്കുള്ള ഒരു വലിയ പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ നിയമ കമ്മീഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. IPC, CRPC ഒക്കെ പുനഃക്രമീകരിക്കുന്നതിൻ്റെ ഒരു വലിയ ദൗത്യത്തിനിടയിലാണ് വളരെ അടിയന്തരമായി തന്നെ ഇക്കാര്യത്തിൽ IPC 272, 273 സംബന്ധിച്ച ഒരു പുനരാലോചനയുടെ നിർദ്ദേശം നിയമ കമ്മീഷൻ വെച്ചിട്ടുള്ളത്. വളരെ കൃത്യമായൊരു നിർദ്ദേശമാണ് അവരിൽ നിന്ന് ഇപ്പോൾ പോയിരിക്കുന്നത്. അഡൾട്രേഷൻ ത്രെറ്റ് ടു ഹ്യൂമൻ ലൈഫ് എന്ന നിലയിൽ ജീവപര്യന്തമാക്കണം ശിക്ഷ. കൊലയാളിയായി തന്നെ കരുതി പരമാവധി ശിക്ഷ നൽകണം, പരമാവധി പിഴ ഒടുക്കണം എന്ന് പറയുന്നു. 3 സംസ്ഥാനങ്ങൾ മാതൃകയായി നിൽക്കുന്നു. ആ നിലയിൽ ഒരു ഏകീകരണം ഉണ്ടാവണം. കാലത്തിൻ്റെ ഒരു അനിവാര്യതയാണോ ഈ ശുപാർശ? തീർച്ചയായിട്ടും അങ്ങനെയാണ്. അത് സ്വമേധയാ ലോ കമ്മീഷൻ കൊണ്ടുവന്നതല്ല എന്ന് നമുക്കറിയാം. സുപ്രീം കോടതിയിൽ ഇന്ത്യയിലെ ഭക്ഷണത്തിൻ്റെ മായം സംബന്ധിച്ച്, പ്രത്യേകിച്ച് പാലിൽ ഉണ്ടാകുന്ന മായം സംബന്ധിച്ച്
ഡൽഹിയിലെ ഒരു കൂട്ടം ഹർജികൾ പരിഗണിക്കവേ 2016 ഓഗസ്റ്റ് മാസം അവസാന ആഴ്ചയാണ് കേന്ദ്ര സർക്കാരിനോട് ഇത് സംബന്ധിച്ച് ഗൗരവമായ ഒരു ആലോചന നടത്താൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിർദ്ദേശം നൽകിയത്. സുപ്രീം കോടതി അന്ന് പറയാനുണ്ടായ ചീഫ് ജസ്റ്റിസും ജസ്റ്റിസ് ഭാനുമതിയും അടങ്ങിയ ബെഞ്ച് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കാനുണ്ടായ പ്രധാനപ്പെട്ട സാഹചര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം വ്യത്യസ്ത നിയമങ്ങളിൽ വ്യത്യസ്ത ശിക്ഷാ നടപടികളാണ് ഇത് സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ഫുഡ് അഡൾട്രേഷനുമായി ബന്ധപ്പെട്ട് പ്രത്യേക നിയമം ഇന്ന് രാജ്യത്ത് നിലവിലുണ്ട്, ഭക്ഷ്യസുരക്ഷാ നിയമം. ഭക്ഷ്യസുരക്ഷാ നിയമം ഇതിനെ വളരെ കർക്കശമായി കാണുമ്പോഴും IPC എന്ന് പറയുന്ന ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഒരു നിയമം ഇതിനെ വളരെ ലഘൂകരിച്ച്, അതായത് നമുക്കറിയാം ഭക്ഷ്യസുരക്ഷാ നിയമം വരുന്നതിന് മുമ്പ് നമ്മൾ ഭക്ഷണത്തിൽ മായം ചേർക്കുന്നത് വളരെ ലൈറ്റായിട്ടായിരുന്നു കണ്ടിരുന്നത്. അപ്പോൾ ആ സീരിയസ്നെസ് ആ നിയമങ്ങളിൽ കൊണ്ടുവരുന്നതിന് പകരം പ്രത്യേകമായ നിയമം നമ്മൾ ഉണ്ടാക്കിയെങ്കിലും ക്രിമിനൽ നടപടികൾ ആയി മുമ്പോട്ട് പോകുമ്പോൾ പലപ്പോഴും കോടതികളിൽ, പ്രത്യേകിച്ച് മജിസ്ട്രേറ്റ് കോടതികളിൽ പ്രതികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം ഞങ്ങൾക്ക് IPC പ്രകാരമുള്ള ശിക്ഷ സ്വീകാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ വ്യത്യസ്ത നിയമങ്ങളിൽ വ്യത്യസ്ത ശിക്ഷാ നടപടി പറയുന്നത് ഏകീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് സുപ്രീം കോടതി പറയുകയും ഇത് വളരെ ഗൗരവമാണ് എന്ന് പറയുകയും ചെയ്തു. നമുക്കറിയാം, ഒരാൾ ഭക്ഷണം കഴിച്ച് മരിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്ന അറിവോടുകൂടിയോ അല്ലെങ്കിൽ ഈ ഭക്ഷണം കഴിച്ചാൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന അറിവോടുകൂടിയോ ഒരാൾക്കൊരു ഭക്ഷണത്തിൽ മായം കലർത്തി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരാളെ കൊല്ലാൻ കഴിയും. അപ്പോൾ ഒരാളുടെ മരണത്തിന് ഏതെങ്കിലും തരത്തിൽ കാരണമായാൽ സെക്ഷൻ 304 IPC അനുസരിച്ച് ഇപ്പോൾ തന്നെ ലൈഫ് ഇംപ്രിസൺമെൻറ്റ്, അതായത് ജീവപര്യന്തം തടവോ 10 വർഷം വരെ കഠിന തടവോ കിട്ടാൻ സാധ്യതയുണ്ട്. സമാനമായ ഗൗരവത്തോടുകൂടി നമ്മൾ ഭക്ഷണത്തിൽ മായം കലർത്തുന്നത് തീർച്ചയായിട്ടും പരിഗണിക്കണം. അല്ലാത്ത പക്ഷം നമ്മളെല്ലാം, നമുക്കറിയാം, ക്യാൻസർ രോഗികളുടെ എണ്ണം, മറ്റ് രോഗങ്ങളുടെ എണ്ണം എല്ലാം വർദ്ധിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് അഡൾട്രേഷനാണ്. അഡൾട്രേഷൻ ഗൗരവമായി കണ്ടില്ലെങ്കിൽ നമ്മൾ അകത്തേക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും മായം എന്ന് മാത്രം അതിനെ ചുരുക്കാൻ കഴിയും, വിഷം എന്ന് തന്നെ പറയേണ്ടി വരും. തീർച്ചയായും. ഏതായാലും ഹരീഷ് വാസുദേവ് അവസാനം പറഞ്ഞ പോലെ മായം എന്ന അവസ്ഥയൊക്കെ വിട്ട് പൂർണ്ണമായും വിഷം കലർന്ന ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് പൂർണ്ണമായും മാറ്റപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധികളാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരും കാണുന്നവരും. ഒരു മാറ്റവും അതിൽ നിന്ന് മാറി നിൽക്കാൻ ആർക്കും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഈ നീക്കം, ശിക്ഷയുടെ ഏകീകരണം, നേരത്തെ ഹരീഷ് വാസുദേവ് പറഞ്ഞ പോലെ സ്വാമി അച്യുതാനന്ദ് തീർത്ത് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2016 കേസിനെ തുടർന്നാണ് സുപ്രീം കോടതിയുടെ ഈ നിർദ്ദേശം പോയതും ഈ നിർദ്ദേശത്തിലേക്ക് നിയമ കമ്മീഷൻ ഇപ്പോൾ പോയതും കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു കഴിഞ്ഞു. സുപ്രീം കോടതിയിൽ ആ റിപ്പോർട്ട് പോകാനും ഇരിക്കുന്നു. ഇവിടെ ഡോക്ടർ സന്തോഷ് കുമാർ, നിലവിൽ തന്നെ പുത്തൻ ജീവിത ശൈലികളാണ് പല രോഗങ്ങൾക്കും അടിസ്ഥാനം എന്ന് പറയുന്ന ഒരു സാഹചര്യം നിൽക്കുന്നു. അതിൻ്റെ കൂടി മുമ്പ് നമ്മൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ വിഷം കലർന്ന ഭക്ഷണം കൂടി നിരന്തരം കഴിക്കുന്ന ഒരു സമൂഹമായി പൂർണ്ണമായും മാറ്റപ്പെട്ടിരിക്കും. ഇത് അറിഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥയിലാണ് ഓരോ ആളും. അവിടെയാണ് നിയമപരമായ ഈ നീക്കം ഒരു പ്രത്യാശ പകരുന്നതായി താങ്കൾക്ക് തോന്നാൻ ഇടയുണ്ടോ? ഭക്ഷണങ്ങളിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലൊക്കെ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൊക്കെ വിഷം കലർത്തുന്നതോ അല്ലെങ്കിൽ മായം കലർത്തുന്നതിനെ കുറച്ച് നമ്മൾ നിർവചിക്കേണ്ടത് കുറച്ച് സൂക്ഷിച്ച് വേണം എന്നുള്ളതാണ്. കാരണം ഇതെല്ലാം റിലേറ്റീവ് ടേംസ് ആണ്. അതിൻ്റെ ഡെഫിനിഷൻ എപ്പോഴും ഉള്ളത് പെർമിസിബിൾ ലിമിറ്റ്സിന് മുകളിലാണോ ഇല്ലയോ എന്നുള്ള ഒരു പ്രത്യേക കാര്യം ഇതിനകത്ത് നമ്മൾ എപ്പോഴും എടുത്തു പറയേണ്ടതാണ്. കാരണം നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം തന്നെ എന്തെങ്കിലും ഒരു പ്യുവറായിട്ടുള്ള ഒരു സംഭവം വാസ്തവം നാച്ചുറൽ നമ്മുടെ പ്രകൃതിയിൽ നിലവിലില്ല. ഏത് സംഭവവും അതിനകത്ത് മായം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തുക്കൾ എപ്പോഴും അതിനകത്ത് അടങ്ങിയിരിക്കും. അപ്പോൾ പെർമിസിബിൾ ലിമിറ്റ് എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. അതിന് മുകളിൽ പോകുന്ന അപ്പോൾ ഈ ഒരു അങ്ങനെ വരുമ്പോഴാണല്ലോ അത് വിഷം കലർന്ന ഭക്ഷണമായും മായം കലർന്ന ഭക്ഷണമായും കരുതിയുള്ളൂ. നിയമപരമായി പെർമിസീവ് ലിമിറ്റിനകത്താണെങ്കിൽ ഇത് വരികയില്ലല്ലോ. ഇല്ലില്ല. അപ്പോൾ പെർമിസിബിൾ ലിമിറ്റ് നമ്മുടെ ഇപ്പോൾ നിയമത്തിൻ്റെ ഇപ്പോൾ വന്ന നിയമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. നമ്മുടെ പെർമിസിബിൾ ലിമിറ്റ്സിനെ ഈ നിയമത്തിൻ്റെ അകത്തേക്ക് വാസ്തവത്തിൽ എന്തൊക്കെയാണ് പെർമിസിബിൾ ലിമിറ്റ്സ് എന്നുള്ളത് നിയമത്തിൻ്റെ അകത്തേക്ക് നമ്മൾ നിർവചിച്ചാൽ മാത്രമേ വാസ്തവത്തിൽ ഇതിനകത്ത് ഈ പറയുന്ന ശിക്ഷകൾ നമുക്ക് നൽകാനോ അല്ലെങ്കിൽ അതിനകത്തൊരു ഒരു നടപടിക്രമം തുടങ്ങാനോ കഴിയും. രണ്ടാമത്തെ കാര്യം, ഈ പെർമിസിബിൾ ലിമിറ്റ്സ് ആണോ അല്ലയോ എന്ന് കണക്കിലെടുക്കാനായിട്ട് അല്ലെങ്കിൽ പരിശോധിച്ച് നോക്കാനുള്ള സംവിധാനങ്ങളും നമുക്ക് വളരെയധികം വ്യാപകമായി നിലവിൽ വന്നാൽ മാത്രമേ സമയബന്ധിതമായിട്ട് ഈ കേസുകൾ എടുത്ത് പരിശോധിച്ച് കൊടുക്കാൻ കഴിയും. ഈ രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് വളരെ പ്രസക്തമാണ്. എങ്കിലും
ഈ എടുത്ത നടപടി തീർച്ചയായിട്ടും ഇതെല്ലാം ഒരു തുടക്കമെന്ന നിലയ്ക്ക് ഇതെല്ലാ കാര്യത്തിനും തുടക്കമെന്ന നിലയ്ക്ക് ആകുകയാണ്. അതുകൊണ്ട് തീർച്ചയായും ഇത് ഒരു സ്വാഗതാർഹം തന്നെയാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ കൃഷിമന്ത്രി ശ്രീ വി എസ് സുനിൽകുമാർ കൂടി നമ്മൾക്കൊപ്പം ചേരുകയാണ്. ശ്രീ സുനിൽകുമാർ, വിഷം കലർന്ന ഭക്ഷണം കഴിക്കുന്ന ഒരു വല്ലാത്തൊരു സാഹചര്യത്തെക്കുറിച്ച് നിരന്തരമായി സംസാരിക്കുന്ന, ചെറിയ ചില തിരുത്തലുകൾക്ക് വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്ന ഒരു സമൂഹത്തിലെ ജീവികളാണ് നമ്മൾ. കൃഷിമന്ത്രി എന്ന നിലയിൽ ഇപ്പോൾ ഈ നിയമ കമ്മീഷന്റെ ശുപാർശ യഥാർത്ഥത്തിൽ മായം കലർന്ന ഭക്ഷണം കലർത്തുന്നതും വിളമ്പുന്നതും ഒരു കൊലക്കുറ്റമായി തന്നെ കണ്ടുകൊണ്ട് പരമാവധി ശിക്ഷയായി ജീവപര്യന്തം നൽകേണ്ടതാണ് എന്ന ശുപാർശ കേന്ദ്ര സർക്കാരിന് നൽകിക്കഴിഞ്ഞു. നിയമ കമ്മീഷൻ അങ്ങനെ ഒരു നീക്കം നടത്തിയത് യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിന് കാരണം 3 സംസ്ഥാനങ്ങൾ, പശ്ചിമ ബംഗാൾ, ഒഡീഷ, എനിക്കൊന്ന് ജാർഖണ്ഡോ മറ്റോ ആണെന്ന് തോന്നുന്നു, 3 സംസ്ഥാനങ്ങൾ പരമാവധി ശിക്ഷ ഇക്കാര്യത്തിൽ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംസ്ഥാന ഇടപെടൽ നടത്തിയിരുന്നു. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ പരമാവധി 6 മാസം ശിക്ഷയും 10,000 രൂപ പിഴയും എന്ന മട്ടിലൊക്കെയായിരുന്നു മായം കലർത്തൽ എന്നതിന് ലഭിച്ചുകൊണ്ടിരുന്നത്. ഈ ഘട്ടത്തിലാണ് സുപ്രീം കോടതി പറഞ്ഞൊരു ഏകീകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകണം. അപ്പോൾ ആ സംസ്ഥാനങ്ങളുടെ നടപടികളെ പിന്തുണച്ചുകൊണ്ട് നിയമ കമ്മീഷനും പറഞ്ഞിരിക്കുന്നു പരമാവധി ശിക്ഷയായി ജീവപര്യന്തം വരെ നൽകണം, കൊലക്കുറ്റമായി തന്നെ അതിനെ കണക്കാക്കണം, 1 ലക്ഷം രൂപ പിഴ ഈടാക്കണം. ഇത്രയും പശ്ചാത്തലം പറഞ്ഞത് അങ്ങനെ ഒരു പുരോഗമനപരമായ ഒരു നീക്കം നടത്താൻ നമ്മൾ പലതുകൊണ്ടും അഭിമാനിക്കുന്ന കേരളം ആ 3 സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല എന്നതുകൂടി കാണണം ശ്രീ സുനിൽകുമാർ. അല്ല, ഈ ഭക്ഷണത്തിൽ മായം കലർത്തുന്നതിനുള്ള കുറ്റം എന്ന് പറയുന്നത് വളരെ ദുർബലമായ നിയമമാണ് നമ്മുടെ ഇന്ത്യയിലും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുള്ളത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ മാറ്റം വരുത്തി എന്ന് പറയുന്ന സ്ഥലത്തും വളരെ വലിയ ശിക്ഷയൊന്നും കൊടുക്കാവുന്ന ഒരു മാറ്റം വരുത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കേരളം പല പുരോഗമനപരമായ നിയമങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ അത്രയും വലിയ നിയമം കൊണ്ടുവന്നിട്ടില്ല എന്ന കാര്യം വിമർശനം ന്യായമാണ്. പക്ഷേ ഇപ്പോൾ നിയമ കമ്മീഷൻ മുന്നോട്ട് വച്ചിരിക്കുന്ന മായം കലർത്തിയിട്ടുള്ള ഭക്ഷണത്തിൽ മായം കലർത്തുന്നത് കൊലക്കുറ്റമായി മാറ്റണം എന്ന ഒരു നിർദ്ദേശം വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. കാരണം ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും അധികം ആശങ്കാകുലരായിരിക്കുന്ന ഒരു കാര്യം ഭക്ഷണത്തിലെ മായമാണ്. വിശ്വസിച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നു. ഗവൺമെൻറ്റുകൾ പോലും നിസ്സഹായമായി നിൽക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട, പച്ചക്കറിയിലെ വിഷാംശം, ഇവിടെ നേരത്തെ സുഹൃത്ത് ഇവിടെ സൂചിപ്പിക്കേണ്ടായി, പച്ചക്കറിയിൽ വിഷാംശം കലർന്ന് പരിശോധിക്കാൻ ആകെ 2-3 ലാബാണ് കേരളത്തിലുള്ളത്. ഒരു വിഷാംശമുണ്ട് എന്ന് പരിശോധിക്കാൻ വേണ്ടി ആഴ്ച ഒന്നെങ്കിലും മിനിമം എടുത്തെങ്കിൽ മാത്രമേ അതിൻ്റെ റിപ്പോർട്ട് കിട്ടൂ എന്നുള്ള സ്ഥിതിവിശേഷമുണ്ട്. നമ്മുടെ ഇവിടെ ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ കീഴിൽ വരുന്ന സംവിധാനങ്ങൾ വളരെ ദുർബലമാണ്. ഈ സംവിധാനങ്ങൾ പലതുണ്ടെങ്കിൽ ആ സംവിധാനങ്ങളുടെ സന്നാഹങ്ങളെല്ലാം വളരെ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ദുർബലമായ സ്ഥിതിവിശേഷമാണ് കേരളത്തിലും ഇന്ത്യയിലും എല്ലായിടത്തുള്ളത്. മാത്രമല്ല പിന്നെ ഇതിൻ്റെ ശിക്ഷാ നിയമമാണെങ്കിൽ അതിനേക്കാൾ ദുർബലമാണ്. അപ്പോൾ അതിൻ്റെ ബലത്തിൽ, അതിൻ്റെ പിൻബലത്തിലാണ് വളരെ വ്യാപകമായി ഭക്ഷണത്തിലും ഭക്ഷ്യവസ്തുക്കളിലുമെല്ലാം വ്യാപകമായി മായം കലർത്തി വലിയ തോതിൽ ലാഭം കൊയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. വെളിച്ചെണ്ണ, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെളിച്ചെണ്ണയിൽ ഈ വളരെ വ്യക്തമായി തന്നെ പാരഫിൻ അടക്കമുള്ള പിന്നെ വസ്തുക്കൾ ചേർത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ പലരും വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ട് വലിയ പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന പല ഭക്ഷ്യ എണ്ണകളും, ഇപ്പോൾ സൂര്യകാന്തി എണ്ണ 100-140 രൂപയ്ക്ക് കിട്ടുന്ന സൂര്യകാന്തി എണ്ണ, ശരിയായ സൂര്യകാന്തി എണ്ണ ഉണ്ടാക്കണമെങ്കിൽ കൊടുക്കേണ്ട അതിൻ്റെ ചിലവ് വേണ്ടി വരുന്ന തുകയും വെച്ച് നോക്കുമ്പോൾ ഇവർ വിൽക്കുന്ന വിലയും തമ്മിൽ വലിയ വ്യത്യാസമാണ്. ഇത് വ്യാപകമായി വിറ്റഴിക്കപ്പെടുകയാണ്. നമ്മുടെ ഭക്ഷ്യ എണ്ണയിലാണെങ്കിലും ഭക്ഷ്യവസ്തുക്കളിലാണെങ്കിലും പച്ചക്കറിയിലാണെങ്കിലും ഇറച്ചിയിലാണെങ്കിലും ഏത് സാധനത്തിലും മായം കലർത്താൻ യാതൊരു മടിയുമില്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടായിരിക്കുന്നു. ഇത് മാറ്റേണ്ടത് വളരെ അനിവാര്യമാണ്. നിയമ കമ്മീഷൻ അങ്ങനെ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം ഏറ്റവും പെട്ടെന്ന് നമ്മുടെ രാജ്യവ്യാപകമായി നടപ്പാക്കിക്കൊണ്ട് ഇതിന് കൂച്ചുവിലം കിടാൻ വേണ്ടി നമുക്ക് സാധിക്കണം. മറ്റു പല രാജ്യങ്ങളിൽ, യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഉള്ള നിലവാരത്തിലേക്ക്, ഭക്ഷ്യ വസ്തുക്കളുടെ കാര്യത്തിൽ ആ നിലവാരത്തിലേക്ക് ഇന്ത്യ വരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ പല കാര്യങ്ങളിലും അന്താരാഷ്ട്ര നിലവാരത്തെ പറ്റി പറയുമ്പോൾ ഈ കാര്യങ്ങൾ ഭക്ഷ്യ വസ്തുക്കളിൽ മായം കലർത്തുന്ന കാര്യത്തിൽ നമ്മൾ ഇപ്പോഴും വളരെ വളരെ പ്രാകൃതമായ നിലയിൽ നമ്മുടെ രാജ്യം നിൽക്കുകയാണ്. ഇതിന് അറുതി വരുത്തേണ്ടത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. 20,000 കോടി രൂപയുടെ മരുന്നാണ് കേരളം ഒരു വർഷം വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ വിഷാംശമാണ്. ആ വിഷാംശം കൂടിയിരിക്കുന്ന ഭക്ഷണമാണ് നമ്മൾ രോഗികളാക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന കാര്യം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ ഒരു നിയമ ഭേദഗതിക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശത്തെ സർവാത്മന കൃഷി വകുപ്പ് മന്ത്രി എന്ന നിലയിൽ, ഈ വകുപ്പിലെ ഈ മന്ത്രിസഭയിൽ അംഗം എന്ന നിലയിൽ ഞാനതിനെ പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്.
റൈറ്റ്, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് ഇപ്പോൾ ന്യൂസ് 18-ലൂടെ കൃഷിമന്ത്രി നടത്തിയത്. നിയമ കമ്മീഷൻ നടത്തിയിരിക്കുന്ന ഈ ശുപാർശ അതിനോട് പൂർണ്ണമായും യോജിക്കുകയാണ് കൃഷിമന്ത്രി എന്ന നിലയിൽ പൂർണ്ണ പിന്തുണ നൽകുന്നു എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇപ്പോൾ ടോഷ്മ ബിജു വർഗീസ് ചേരുന്നുണ്ട്. ടോഷ്മ, പുതിയ റെസിപ്പികളൊക്കെ ഉണ്ടാക്കാൻ ആലോചിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ തലപുകയ്ക്കുന്ന ഒന്നാണോ ഈ ഭക്ഷണ പദാർത്ഥങ്ങളിലെ മായം, വിഷാംശം, അതേക്കുറിച്ച് വരുന്ന വിവരങ്ങൾ, നേരിട്ട് തന്നെ അറിവുള്ള കാര്യങ്ങൾ? ടോഷ്മ. അതെ, ഇപ്പം മനുഷ്യൻ്റെ ബേസിക് നീഡ്സ് എന്തൊക്കെയാണ്? അത് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഒക്കെയാണ്. അപ്പോൾ ഒരു ബേസിക് നീഡായ ഭക്ഷണത്തിലാണ് മായം കലർത്തുന്നത് അല്ലേ? അപ്പോൾ ഒരു മനുഷ്യനെ ഒരു സ്ലോ പോയിസണിങ് നടത്തുകയാണ് അല്ലേ? അങ്ങനെ സ്ലോ പോയിസണിങ് നടത്തി കൊല്ലാനായിട്ട് ആർക്കും അവകാശമില്ല. ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു നിയമം വരാനായിട്ട് ഇപ്പം തന്നെ ഒത്തിരി വൈകി. ഓരോ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താ കാണുന്നേ? ഇപ്പം പാലിൽ മായം കലർത്തുന്നു, ഡൽഹിയിൽ അങ്ങനെ പാലുണ്ടാക്കുന്നു, അല്ലെങ്കിൽ എന്താ ഇപ്പം ഏറ്റവും പുതുതായിട്ട് കേട്ടത് ചൈനീസ് മുട്ട അല്ലേ? അപ്പം ഓരോ വീട്ടമ്മമാർക്കും നല്ല ഭക്ഷണം കുടുംബാംഗങ്ങൾക്ക് കൊടുക്കണം എന്ന് തന്നെ ആഗ്രഹം, പ്രത്യേകിച്ച് മക്കൾക്ക്. അത് പാല്, മുട്ട, ഇങ്ങനെ നല്ല സാധനങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ പോഷക ഗുണങ്ങളുള്ള എന്ന് വിശ്വസിക്കുന്ന ഈ നല്ല സാധനങ്ങളിൽ വിഷം കലരുമ്പോൾ, ഈ മായം കലരുമ്പോൾ അത് അങ്ങേയറ്റം മോശമാവുകയാണ്. ടോഷ്മയിലേക്ക് ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ ശ്രീ ബോബി ചേരുന്നുണ്ട്, സാറാസ് കറി പൗഡർ MD. ശ്രീ ബോബി, തീർച്ചയായും വലിയ നിലയ്ക്കുള്ള വിഷം കലർന്ന പച്ചക്കറികൾ, അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ, ഇതെല്ലാം നമ്മുടെ നാട്ടിലേക്ക് വരുന്നു എന്നൊരു സാഹചര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന വലിയൊരു വിപണിയാണ് യഥാർത്ഥത്തിൽ ഈ കറി പൗഡർ രംഗമൊക്കെ. നിയമ കമ്മീഷൻ ഇങ്ങനൊരു ശുപാർശ നൽകുമ്പോൾ കറി പൗഡറുകളും ഇത്തരത്തിലേക്കുള്ള വലിയ വിമർശനങ്ങൾക്ക് വിധേയമായ ഒരുപാട് അനുഭവങ്ങൾ കേരളീയ സമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ കമ്മീഷൻ ഇങ്ങനെ ഒരു നിർദ്ദേശം വെക്കുകയാണ്. വിഷം കലർത്തിയാലും വിളമ്പിയാലും അത് ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട കുറ്റമായി കാണേണ്ട കാലത്തിൽ രാജ്യം എത്തിയിരിക്കുന്നു. തള്ളിക്കളയാനാവാത്തൊരു നിർദ്ദേശമല്ലേ ബോബി അത്? തീർച്ചയായിട്ടും അത് അങ്ങനെ വരുന്നോണ്ട് യാതൊരു തെറ്റുമില്ല. ആളുകൾ കുറച്ചും കൂടെ കോഷ്യസ് ആവും. നല്ല രീതിയിലുള്ള കറി പൗഡറും അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ, പഴം, പച്ചക്കറികളൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ആളുകൾ ഒന്നും കൂടെ ശ്രദ്ധിക്കാനായിട്ട് ഈ നിയമം വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഇതിനകത്ത് നിങ്ങളുടെ ഒരു ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ട്, നിങ്ങളൊക്കെ വലിയ ബ്രാൻഡാണ്, അതിൻ്റെതായ ഉത്തരവാദിത്വം നിങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. പക്ഷേ നിങ്ങളുടെ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉപ്പിൽ വരെ മായമാണ്. നേരത്തെ മന്ത്രി തന്നെ വെളിച്ചെണ്ണ ഒരു ഉദാഹരണമായി സൂചിപ്പിച്ചു. ഉപ്പിൽ വരെ മായം കലരുന്ന ഒരു കാലത്ത് എങ്ങനെയാണ് നിങ്ങളുടെ ബ്രാൻഡുകളെ നിങ്ങൾക്ക് 100% സുരക്ഷിതമാണ് എന്ന് അവകാശപ്പെടാനാവുക? അതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒരുപാട് ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുമുണ്ടല്ലോ. ഇതില് പ്രധാനപ്പെട്ടത് ഇതിന്റെ റോ മെറ്റീരിയൽ കളക്ഷൻ ആണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞ പെസ്റ്റിസൈഡ് ഇതിന്റെ ഒരു മായമായിട്ട് വരുമോ ഇല്ലയോ എന്നുള്ള നിയമത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കിപ്പോ അറിയില്ല. വന്നാൽ അത് അങ്ങനെ ഇല്ലാത്ത റോ മെറ്റീരിയൽ എങ്ങനെ നമുക്ക് ലഭ്യമാകും? അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പോ ജൈവ കൃഷിയെ പറ്റിയൊക്കെ എല്ലാവരും പറയുന്നുണ്ടെങ്കിലും മാസ് പ്രൊഡക്ഷൻ വരുമ്പോ എല്ലാവരും അതിന്റെ പെസ്റ്റിസൈഡ് ഉപയോഗിക്കുന്നതായിട്ടാണ് നമുക്ക് അറിയപ്പെടുന്നത്. നമ്മള് ഈ റോ മെറ്റീരിയൽ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അതുപോലെയുള്ള സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള റോ മെറ്റീരിയൽ സെലക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ടെങ്കിലും പലപ്പോഴും അങ്ങനെയുള്ള റോ മെറ്റീരിയൽ ദൗർലഭ്യമായിട്ടാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഈ അങ്ങനെ നോക്കിയാൽ ശ്രീ ബോബി, ഞാനൊരു ഇടവേളയിലേക്കും മറ്റുള്ളവരിലേക്കും പോകുമ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ. പക്ഷേ ഇങ്ങനെ ഒരു നിർദ്ദേശം വരുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഭയക്കുന്ന, ആശങ്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാകാനിടയുണ്ട്. കാരണം ഈ റോ മെറ്റീരിയൽ കീടനാശിനി തളിച്ച് നല്ല നിലയിൽ പൂത്തുലഞ്ഞ് വിളഞ്ഞ് നമ്മുടെ വലിയ ലോറികളിൽ കയറ്റി കേരളത്തിലേക്ക് എത്തിക്കുന്ന ഈ സാധനങ്ങൾ, അത് തന്നെയാണ് നിങ്ങളും വാങ്ങുന്നത്, ഓരോ സാധാരണ ഉപഭോക്താവും വാങ്ങുന്നത്. അതിൽ പിടി വീഴുന്നില്ല. പക്ഷേ അത് ചേർത്തുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ, അതുപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അതിൽ വിഷാംശമുണ്ട് എന്ന് തെളിഞ്ഞാൽ അത് കലർത്തിയവനും വിളമ്പിയവനും ഒക്കെ പെടുന്നൊരവസ്ഥയാണെങ്കിൽ അല്പം ബുദ്ധിമുട്ടിപ്പോവും ശ്രീ ബോബി. തീർച്ചയായിട്ടും അത് പ്രാക്ടിക്കലായിട്ട് നടത്തിക്കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഗവൺമെന്റ് നല്ല രീതിയിലുള്ള റോ മെറ്റീരിയൽസ് അവൈലബിൾ ആക്കാനായിട്ടുള്ള നിയമം നടപ്പാക്കുമ്പോൾ ആ ഇൻഡസ്ട്രി നിലനിന്ന് പോകത്തക്ക രീതിയിലുള്ള റോ മെറ്റീരിയൽ അവൈലബിൾ ആക്കാനായിട്ടുള്ള ശ്രമം കൃഷി വകുപ്പ് ആണെങ്കിലും ആരാണെങ്കിലും, ഇപ്പൊ ഗുണ്ടൂരിൽ നിന്നൊക്കെയാണ് നമുക്കിവിടെ മുളക് വരുന്നത്. അപ്പൊ വരുന്നതിന് മുമ്പ് ഇത് ടെസ്റ്റ് ചെയ്ത് അതിന്റെ ക്വാളിറ്റി ഉറപ്പാക്കിയിട്ട് കിട്ടുന്ന ഒരു സാഹചര്യം ഇല്ലെങ്കിൽ നമ്മളൊക്കെ ഇത് നിർത്തേണ്ട ഒരു സാഹചര്യം. കേട്ടിട്ടുള്ളൊരു കാര്യം ചോദിക്കട്ടെ, ഈ വറ്റൽ മുളകിലാണ് ഏറ്റവും അധികം കുഴപ്പമടങ്ങിയിരിക്കുന്നത്, അതിന്റെ രൂപീകരണത്തിലാണ് ഏറ്റവും അധികം വിഷം അടങ്ങുന്നത്, കുഴപ്പമടങ്ങുന്നതെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്.
അതിൽ പ്രധാനപ്പെട്ടത് അത് ഈ മുളക് ഉണ്ടാവണമെങ്കിൽ ഒരുപാട് പെസ്റ്റിസൈഡ്, ഇപ്പൊ ചായപ്പൊടിയിൽ നമുക്ക് ഒരുപാട് പെസ്റ്റിസൈഡ് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ ചായപ്പൊടിയുടെ കാര്യത്തിൽ വളരെ വിസ്മരിക്കുന്ന ഒരു കാര്യമാണ്. മുളകിന്റെ കാര്യത്തിൽ പലപ്പോഴും ഈ അഡൾട്രേഷൻ അതിന്റെ ഒരു ഭാഗമായിട്ട് വന്നിട്ട് ഈ മൂക്കാത്ത മുളക് കളർ ചേർത്ത് മാർക്കറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം ഇടയ്ക്ക് ഒരുപാട് കാലം, ഇപ്പോൾ അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പലരും ചെക്ക് ചെയ്യുന്നുണ്ട്. സ്പൈസസ് ബോർഡ് ചെക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ ക്വാളിറ്റി കൺട്രോളുള്ള ലാബിലൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഏറ്റവും അധികം ആളുകൾ ആശ്രയിക്കുന്ന ഒന്ന് മുളക് പൊടിയാണ്. ഈ മുളക് പൊടി ഉൽപ്പാദിപ്പിക്കുന്നത് വറ്റൽ മുളകിൽ നിന്നാണ്. ഈ വറ്റൽ മുളകിലാണ് ഏറ്റവും അധികം വിഷാംശം അടങ്ങിയിരിക്കുന്നു എന്ന് വളരെ ആധികാരികമായ പഠനങ്ങൾ കേരളത്തിനകത്ത് നടന്നിട്ടുണ്ടല്ലോ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞ മാതിരി കളറ്, ഇപ്പൊ സിന്തറ്റിക് കളർ അതിൽ ആഡ് ചെയ്തിട്ട് അതിന്റെ ചുമപ്പ് കളർ വർദ്ധിപ്പിക്കാനായിട്ട് ആളുകൾ ഒരുപാട് അതില് ശ്രമിച്ചിട്ടുണ്ട്, അങ്ങനെ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് ആളുകൾക്ക് ദോഷം ചെയ്യുന്നതാണ്. ഞങ്ങളുടെ കറി പൗഡറൊക്കെ ഞങ്ങൾ അക്മാർക്ക് ക്വാളിറ്റി ഉള്ളത്, ഞങ്ങളുടെ കമ്പനി തുടങ്ങിയ കാലം മുതൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ക്വാളിറ്റി മുദ്രയുള്ള അക്മാർക്ക് കറി പൗഡർ മാത്രമാണ് ഞങ്ങൾ മാർക്കറ്റ് ചെയ്തത്. തീർച്ചയായും അക്മാർക്ക് മുദ്ര ഒരു സുരക്ഷിതമാണോ എന്നൊരു ചോദ്യം അവിടെ അടങ്ങുന്നുണ്ട്. അതിലേക്ക് വരാം, മന്ത്രിയിലേക്കും മറ്റ് നമ്മുടെ അതിഥികളിലേക്കും. വേഗം ഒരു ചെറിയ ഇടവേള. പ്രൈം ഡിബേറ്റിലേക്ക് തന്നെ. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവ്, നേരത്തെ ഭരണകൂടത്തിൻ്റെ ഒരു നിസ്സഹായത നേരത്തെ മന്ത്രി പങ്കുവച്ചതിലുണ്ട് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഡോക്ടർ സന്തോഷ് കുമാർ പറഞ്ഞതിൽ നിർവചനം വളരെ പ്രധാനമാണ്. തൊട്ടു പിന്നാലെ ഈ മേഖലയിലെ ബിസിനസ് മേഖലയെ പ്രതിനിധീകരിച്ചുകൊണ്ടുവന്ന ബോബിയും പറഞ്ഞത് ആ നിർവചനം ഫലപ്രദമല്ലെങ്കിൽ ചെന്നുപെടാവുന്നൊരു കുടുക്കിനെക്കുറിച്ചാണ്. ഉദാഹരണത്തിന് റോ മെറ്റീരിയൽ. ഈ കീടനാശിനി ഉപയോഗിച്ചുള്ള വലിയ കൃഷി രീതികൾ, രാസവള പ്രയോഗത്തിൻ്റെ ആധിക്യമുള്ള ഒരു കാലത്ത് അത്തരം റോ മെറ്റീരിയൽ ആണ് യഥാർത്ഥത്തിൽ മറ്റു ഉൽപ്പന്നങ്ങളായി മാറുന്നത്, വീടുകളിലേക്കും എത്തുന്നത്. അതെവിടെ ഈ നിർവചനത്തിൽ ഉൾപ്പെടും? പലതരത്തിലുള്ള അഡൾട്രേഷനും മായം ചേർക്കലും കണ്ടുപിടിക്കാൻ പോലും പറ്റാത്തതാണെന്നിരിക്കെ ഒരു വിശാലാർത്ഥത്തിലുള്ള ഒരു സാമാന്യവൽക്കരണം അതും അപകടകരമായി തീരുമോ? ശരത്, ഇതിനകത്ത് ഈ ചർച്ചയിൽ പറഞ്ഞ എല്ലാവരും പറഞ്ഞതിനകത്ത് വളരെ കാതലായിട്ടുള്ളൊരു പോയിന്റ് ഉണ്ട്. ഒന്ന്, നമ്മൾ ഇതിനെ വളരെ കാൽപ്പനികമായി ഇതിനെ സ്വാഗതം ചെയ്യുമ്പോഴും ഇത് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ പൊതുധാരണകളെ, പെട്ടെന്നുണ്ടാകുന്ന ആങ്സൈറ്റിയെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് എടുത്തൊരു ഡിസിഷൻ എന്ന് മാത്രമായിട്ട് ചിലപ്പോൾ ചുരുക്കി കാണേണ്ടി വരും. കാരണം കോടതികളും അല്ലെങ്കിൽ സർക്കാരിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ സർക്കാരും പലപ്പോഴും ഇത് പൊതുജനങ്ങളുടെ വലിയൊരു ആവശ്യം ഉണ്ടാകുന്നതിനെ റെസിപ്രോക്കേറ്റ് ചെയ്ത് അവരും പ്രതികരിക്കുന്നു എന്ന തരത്തിൽ മാത്രം ഒതുങ്ങിപ്പോവുകയാണ്. ഇതിൻ്റെ പ്രായോഗിക വശം നോക്കിയാൽ ഇവരെല്ലാം പറഞ്ഞത് വളരെ ന്യായമാണ്. ഒന്ന്, നിലവിലുള്ള ശിക്ഷ അപര്യാപ്തമാണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പരിശോധിക്കേണ്ടത് നിലവിലുള്ള ശിക്ഷ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? ഒരാളെങ്കിലും അഡൾട്രേഷൻ്റെ പേരിൽ ജയിലിൽ പോയി കിടക്കുകയോ ഒരു ദിവസമെങ്കിലും കിടക്കുന്ന ഒരു സിസ്റ്റം നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ ഫുഡ് ഈ പ്രത്യേകം സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നിയമം വന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് 4-5 വർഷമായി. ഇത് ഈ ചർച്ചയിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ കേരളത്തിൽ അതിൽ നോട്ടിഫൈഡ് ആയിട്ടുള്ള ഏതാണ്ട് 5 ലാബുകൾ മാത്രമാണ് നിലവിലുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ 3 ലാബുകൾ തന്നെ അതിൽ നോട്ടിഫൈ ചെയ്യപ്പെട്ടത് വളരെ അടുത്താണ്. അതുവരെ പ്രൈവറ്റ് ലാബുകൾ മാത്രമേ കേരളത്തിലുള്ളൂ, അതിൽ 2 മാത്രമേ കൊച്ചിയിലുള്ളൂ എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ എന്താണ്, നമ്മുടെ ഏതോ വാട്സപ്പിൽ വന്ന തമാശ പോലെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് പരിശോധിക്കാൻ നമുക്ക് 1000 ലാബുകൾ ഉള്ളപ്പോഴും ശരീരത്തിനകത്തേക്ക് പോകുന്നത് പരിശോധിക്കാൻ 2 ലാബുകൾ മാത്രമേ ഉള്ളൂ കേരളത്തിൽ എന്നാണ്. അപ്പോൾ ഇത് ആവശ്യത്തിന് ലാബുകൾ നമുക്കില്ല. പിന്നെ ഈ പൊതുസമൂഹം പറയുന്ന ആങ്സൈറ്റിക്ക് അത്രയും താല്പര്യം വാസ്തവത്തിൽ പൊതുസമൂഹം അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ഇതിന് കൊടുക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇതിൻ്റെ ബജറ്ററി പ്രൊവിഷൻ തന്നെ ഉദാഹരണമാണ്. ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിന് പ്രവർത്തിക്കാൻ ആവശ്യമായ ബജറ്ററി പ്രൊവിഷൻ ഇല്ല. നമുക്ക് ഓരോ ജില്ലകളിലെങ്കിലും ഓരോ ലാബുകൾ വേണം, അതില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ ഈ പെസ്റ്റിസൈഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ നിർവചനത്തിൽ വരുമോ ഇല്ലയോ? വിദേശ രാഷ്ട്രങ്ങളിൽ നിരോധിച്ചിട്ടുള്ള 52 പെസ്റ്റിസൈഡുകൾ കേരളത്തിൽ വിപണിയിലുണ്ട്. അത് കേന്ദ്ര സർക്കാർ അപ്രൂവ്ഡുമാണ്. അത് ഉപയോഗിച്ച് ഒരാൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന മുളകോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പച്ചക്കറിയോ ഉപയോഗിച്ച് ഞാനൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി വിപണിയിൽ എത്തിച്ചാൽ ഞാൻ അകത്തു പോകും, അല്ലെങ്കിൽ ഞാനൊരു ഹോട്ടൽ നടത്തിയാൽ ഞാൻ ജയിലിൽ പോകും എന്ന സ്ഥിതി വന്നാൽ ഇത് കാര്യങ്ങൾ കൂടുതൽ കുഴപ്പമാക്കുകയുള്ളൂ. അപ്പോൾ ഇതിനൊരു സിസ്റ്റം രാജ്യത്ത് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അത്രമേൽ ഫോളോ അപ്പുകൾ ഇതിനാവശ്യമായി വന്നിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ലാബുകൾ, അതിന് പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ, ഒപ്പം മണ്ണ് മുതൽ ഇപ്പം മണ്ണിൽ തന്നെ ഇപ്പം ഞാനിപ്പോൾ ഒരു ജൈവകൃഷി ചെയ്യാൻ തീരുമാനിക്കുന്ന മണ്ണ് വാങ്ങിച്ചാൽ അതിൽ പോലും കീടനാശിനിയുടെ അംശം ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതൊക്കെ ഭക്ഷണത്തിൽ വരും. അപ്പോൾ ഈ സിസ്റ്റം ഉണ്ടാക്കുന്നതിന് വളരെ ശ്രമകരമായ ദൗത്യം ആവശ്യമാണ്. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതിന് വിപരീത ഫലമുണ്ടാവും. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. മിനിസ്റ്റർ, ഈ നിയമപരമായ നീക്കത്തെ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ
നിയമം ആശ്വാസമായി മാറട്ടെ എന്ന് പറഞ്ഞ് മാറിയിരിക്കാൻ പറ്റുന്ന ആളല്ല ഇന്ന് താങ്കൾ. കേരളത്തിൽ ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് മുമ്പിലടക്കം കേരളത്തിന് കൃഷിമന്ത്രി എന്ന നിലയിൽ ഇടപെടൽ നടത്തുന്നത് കൊണ്ട് തന്നെ ഹരീഷ് വാസുദേവ് പറഞ്ഞ പോലെ ഒരു നയവും നടപടിയുമാണ് ഉണ്ടാവേണ്ടത്. അതിന് പറ്റുന്ന നിലയിലേക്കുള്ള ശ്രമങ്ങളിലേക്ക് പോകേണ്ട കാലം ഭരണപരമായി അതിക്രമിച്ചിരിക്കുകയാണ്. വലിയ നിസ്സംഗതയാണ് ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം തരത്തിൽ വില കുറച്ച് ചീപ്പായി സാധനങ്ങൾ എത്തിക്കാം എന്ന് ആലോചിക്കുന്ന ഒരു കാലം, ഏറ്റവും മോശമായി എന്തും അടിച്ച് പരമാവധി വിള നേടാൻ ശ്രമിക്കുന്ന ഒരു കൃഷി രീതി മറുഭാഗത്ത്, ഇത് നിൽക്കുമ്പോൾ ഇതിനെ പിടിക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റവുമില്ല. ആകെയുള്ളത് IPC-യിലെയും CRPC-യിലെയും ഈ വ്യവസ്ഥകളിൽ വരുത്തുന്ന മാറ്റമാണ്. ഹരീഷ് വാസുദേവ് പറഞ്ഞല്ലേ, ഒരു കോടതിയിൽ പോയാൽ പോലും ആരും ശിക്ഷിക്കില്ല. എത്രയോ ഹോട്ടലിൽ റെയ്ഡ് നടത്തി പഴകിയ ഭക്ഷണം പിടിക്കുന്നു. ആരെങ്കിലും ശിക്ഷിക്കപ്പെട്ടതായോ 2 ആഴ്ച ജയിലിൽ കിടന്നതായോ പോലുമുള്ള വിവരങ്ങൾ നമ്മളാരും കേൾക്കുന്നില്ല, പുറത്തു വരുന്നില്ല, സംഭവിക്കുന്നുമില്ല. പിന്നെ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ലോകത്തെ ഏറ്റവും അധികം വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രി ഫുഡ് ഇൻഡസ്ട്രിയാണ്. എല്ലാവരും പാക്കേജിലായിട്ട് പാക്കിംഗ് ഫുഡ് കഴിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണ്. ആരും കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. കൃഷി ഉൽപ്പന്നങ്ങൾ വാങ്ങാനാണ് ആളുകൾക്ക് താല്പര്യം. ആ വിഷയത്തിലേക്കല്ല ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പക്ഷേ ഗവൺമെൻറ്, കൃഷിമന്ത്രി എന്ന നിലയിൽ ഞാൻ പറയുന്നൊരു കാര്യം, കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്ത് ഈ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ജൈവ കാർഷിക നയം ഇവിടെ രൂപീകരിച്ചു. പക്ഷേ നടപ്പാക്കപ്പെട്ടില്ല. പിന്നീട് വന്ന ഗവൺമെൻറ് ആ നയത്തിലേക്ക് പോയില്ല. ഞങ്ങളിപ്പോൾ വളരെ ശക്തമായ നിലയിൽ ജൈവ കാർഷിക നയം ഇവിടെ നടപ്പാക്കാൻ വേണ്ടി തീരുമാനമെടുത്തു കഴിഞ്ഞു. എന്ന് മാത്രമല്ല, ഇപ്പം നിലവിൽ കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം 1200 മെട്രിക് ടൺ കീടനാശിനിയാണ് കേരളത്തിൽ കാർഷിക മേഖല ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ സിംഹഭാഗം ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് മലയോര മേഖലയിലെ തേയില കൃഷി ഉൾപ്പെടെയുള്ള മേഖലയിലാണ്. ഈ 1200 മെട്രിക് ടൺ കീടനാശിനി പ്രയോഗിച്ചിരിക്കുന്നതും നിലവിലുള്ള പെസ്റ്റിസൈഡ്സ് നിയമപ്രകാരമല്ല. ഹരീഷ് വാസുദേവന് അറിയാം. ഈ ഗവൺമെൻറ് വന്ന ശേഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമം കർക്കശമായി നടപ്പാക്കുന്നതിന് വേണ്ടി 20 നിർദ്ദേശങ്ങൾ അടങ്ങിയിരിക്കുന്ന ശക്തമായിട്ടുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു എൻഫോഴ്സ്മെൻറ്റ് രൂപീകരിച്ച് ഞങ്ങൾ ഈ ഗവൺമെൻറ് പ്രവർത്തനം ആരംഭിച്ചു. അതിനെ തുടർന്ന് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഒരു കീടനാശിനി കണ്ടുപിടിക്കുമ്പോൾ അത് ഏത് ക്രോപ്പിന് വേണ്ടിയിട്ടാണ് എന്ന് കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. ആ ക്രോപ്പിന് വേണ്ടിയിട്ടല്ലാതെ, ആ രോഗത്തിന് വേണ്ടിയിട്ടല്ലാതെ കീടനാശിനി പ്രയോഗിക്കാൻ കഴിയില്ല. ആ ക്രോപ്പിന് വേണ്ടി എത്ര മാത്രം ഉപയോഗിക്കണം എന്ന് പറയുന്നുണ്ട്. ആ മാത്രയ്ക്ക് അപ്പുറത്ത് പ്രയോഗിക്കാൻ പാടില്ല. അത് ആരെഴുതി കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ഈ നിയമങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും ആ നിയമം പാലിക്കപ്പെടാതെ പോയി എന്നുള്ളത് നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഒരു ശാപമാണ്. പക്ഷേ ഈ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ മിനിസ്റ്റർ അങ്ങനെ ശാപത്തെയും വിധിയെയും പഴിച്ച് മാറി നിൽക്കാനാവില്ലല്ലോ. ഉദ്യോഗസ്ഥർ പലപ്പോഴും അലംഭാവം കാട്ടുന്നു. ചിലപ്പോൾ ചില ഉൾവിളി പോലെ വലിയ റെയ്ഡുകളിലേക്ക് പോകും. അത് അതുപോലെ തന്നെ തണുക്കും. താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഇടുക്കിയിലൊക്കെ ഏലം മേഖലകളിലേക്ക് വരുന്ന വലിയ തോതിലുള്ള കീടനാശിനികളെ കണ്ടെത്താൻ ചില കാലങ്ങളിൽ റെയ്ഡ് ഉണ്ടാവും, തുടർന്നില്ല. അത് പോവട്ടെ. കേരളത്തിലേക്ക് വരുന്ന സാധനങ്ങളുടെ കാര്യത്തിലോ അതിർത്തിയിലെ ഇത്തരം പരിശോധനകൾക്കൊക്കെ ശാസ്ത്രീയമായ എന്ത് മാർഗമാണുള്ളത്? മിനിസ്റ്റർ, റൈറ്റ്, താങ്കളുടെ ശബ്ദ സംപ്രേഷണത്തിൽ ചില തകരാറുകൾ കാണുന്നുണ്ട്. ഡോക്ടർ സന്തോഷ് കുമാർ, ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിയമം കാലോചിതമായി പരിഷ്കരിച്ച് മുന്നോട്ട് പോകട്ടെ. പക്ഷേ നമ്മൾ സ്വീകരിക്കേണ്ട നടപടികൾ അക്കമിട്ട് നിരത്തി നടപടികളാക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിനെക്കുറിച്ച് കൂടി നമ്മൾ സംസാരിക്കണ്ടേ? അതിനൊരു തുടക്കമാണ് നേരത്തെ ഹരീഷ് വാസുദേവ് വെച്ചതെങ്കിൽ ഡോക്ടർക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് എന്താണ്? ഒന്ന്, ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒരു റിസർച്ച് ആൻഡ് സർവൈലൻസ് വിങ് ഇതിനകത്ത് ഏറ്റവും അത്യാവശ്യമാണ്. കാരണം വെച്ചാൽ മായം എന്ത് മായമല്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു നിർവചനമാണ്. ഇപ്പോൾ തണ്ണിമത്തങ്ങക്കകത്ത് വെള്ളം കുത്തി നിറച്ചു കഴിഞ്ഞാൽ അതിന് വെയിറ്റ് കൂടും. പക്ഷേ അത് മായമാണോ അല്ലേ എന്നുള്ളത്, വെള്ളം മായമാണെന്ന് നമുക്ക് പരമ്പരം പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഉപയോഗിക്കുന്ന സ്ഥലം, ഉപയോഗിക്കുന്ന രീതി, ഇതെല്ലാം ഈ പറയുന്ന മായത്തിനകത്ത് വരില്ല. അപ്പോൾ ഒരു റിസർച്ച് ആൻഡ് അനാലിസിസ്, ഈ പറഞ്ഞ ഒരു സർവൈലൻസ്, അതുപോലെ പുതിയ മായങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പുതിയ രീതിയിലുള്ള മായം ചേർക്കൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനെ ഒരു റിസർച്ച് നടത്തിയിട്ട് എന്താണ് മായമെന്നും ആ മായത്തിനകത്ത് ഏതാണ് തോതെന്നും ഒക്കെ നിശ്ചയിക്കാനും അതിൻ്റെ അളവുകൾ പരിശോധിക്കുവാനും അത് കാലാകാലങ്ങളിൽ റിവൈസ് ചെയ്യുവാനുമുള്ള ഒരു സംവിധാനം ആദ്യമായിട്ട് നമുക്ക് ഉണ്ടാകേണ്ടതാണ്. ഇതിനകത്ത് അതുണ്ടായാൽ മാത്രമേ അതിനെ അടിസ്ഥാനപ്പെടുത്തി ആ വസ്തുതകൾ നിയമത്തിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ. രണ്ടാമത്തത്, ഇത് നിയമത്തിനകത്തേക്ക്
ഈ റിസർച്ച് ആൻഡ് ഈ സർവൈലൻസ് വിഭാഗം നടത്തുന്ന പരിശോധനകളും റിസർച്ചും അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള നിർവചനങ്ങൾ നിയമത്തിനകത്തേക്ക് ഉൾപ്പെടുത്തിയാൽ മാത്രമേ നിയമം നമുക്ക് പ്രയോഗിക്കാൻ കഴിയുകയുള്ളൂ. മൂന്നാമത്, നിയമം പ്രയോഗിക്കണമെങ്കിൽ ഈ പറയുന്ന വിവിധ ഇനം ഭക്ഷ്യ സാധനങ്ങളിൽ നിന്നും കാലാകാലങ്ങളിലായി അത് പരിശോധിക്കാനും അതുപോലെ തന്നെ പരാതികളുണ്ടെങ്കിൽ ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാനുമുള്ള ലാബുകളുടെ എണ്ണം നമുക്ക് ഇതിനകത്ത് കൃത്യമായി ഉണ്ടാവണം. ഏറ്റവും എനിക്ക് പ്രധാനമായി പറയാനുള്ളത്, വാസ്തവത്തിൽ കീടനാശിനികളെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ ഒരു ചർച്ച ഏറ്റവും അധികം പ്രസക്തമാകുന്നത്. കീടനാശിനികൾ ഇല്ലാതെയുള്ള കൃഷി വാസ്തവത്തിൽ വളരെയധികം മറ്റ് രാജ്യങ്ങളിലൊക്കെ ഫാം ഹൗസിനകത്തുള്ള ഇത് ഇൻസെക്ട്സ് ഒക്കെ കയറാത്ത രീതിയിലുള്ള കൃഷി രീതികൾ, നമ്മൾ ഈ ഓർഗാനിക് കൃഷി എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളത് വളരെ വ്യക്തമായി, ഓർഗാനിക് എന്നുള്ളത് നമ്മൾ വളരെ പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നുള്ളതൊക്കെ വളരെ കാൽപ്പനികമായി പറയാനേ ഉള്ളൂ. നമ്മുടെ നമ്മൾ നീടുണ്ട്. നമ്മളൊരു ഒരു പ്രദേശത്ത് ഒരു സ്ഥലത്ത് നോക്കുമ്പോൾ ഇത്രയും അധികം ഭക്ഷണം ഉണ്ടായത് കൊണ്ടാണ് മനുഷ്യർക്ക് ഇത്രയും അധികം സർവൈവ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും അത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ആ കീടനാശിനികൾ ഒരു വളരെ നിയന്ത്രിതമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ശാസ്ത്രീയമായി രൂപപ്പെടേണ്ടതുണ്ട്. കീടനാശിനികൾ ഇല്ലാതെ തന്നെ ഏറ്റവും അധികം കൃഷി ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട്. അതാണ് നമുക്ക് നേരത്തെ മിനിസ്റ്ററോട് ഞാൻ ചോദിച്ചൊരു കാര്യം, ഉദ്യോഗസ്ഥർ സമയം പോലെയോ അല്ലെങ്കിൽ ചില നിബന്ധനകളുടെയും നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിലേക്കൊക്കെ റെയ്ഡ് ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ നടത്തിയതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച. പ്രേക്ഷകർ അത് കേട്ടിട്ടുണ്ട്, ഞാനത് ആവർത്തിക്കുന്നില്ല. പക്ഷേ ഇതിനൊന്നും ഒരു തുടർച്ചയില്ല. ഇത് കേരളത്തിനകത്തെ കാര്യം. ഇനി അതിർത്തികൾ കടന്നു വരുന്ന ഈ വിഷമയമായ സാധനങ്ങൾ പരിശോധിക്കുന്നതിനുള്ള ശാസ്ത്രീയമായ അവലംബം എന്ത്? ഇടയ്ക്ക് ഇതൊക്കെ വലിയ വാർത്തയാകുമ്പോൾ വാളയാറിലും മറ്റും അതൊക്കെ നമ്മൾ നടത്തി. പക്ഷേ അതിൻ്റെ വല്ലാത്തൊരു നിസ്സഹായത കൂടിയുണ്ട്, അത് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ മിനിസ്റ്റർ, ഇതിലേക്കൊക്കെ ശാസ്ത്രീയമായി പോവേണ്ടതല്ലേ ലാബുകളുടെ കാര്യത്തിൽ ഒക്കെ? ശരത്ത്, ഇത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. കാരണം ഇത് ഒരു വലിയ നെറ്റ്വർക്കായിട്ട് വർക്ക് ചെയ്യേണ്ടതാണ്. കൃഷി വകുപ്പ് മാത്രം ചെയ്യേണ്ട കാര്യമല്ല. ഇത് പോലീസ് വേണ്ടിവരും, നീതിന്യായ വ്യവസ്ഥ വേണ്ടിവരും, അതുപോലെ തന്നെ ഫുഡ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോഗ്യ വകുപ്പ് വേണ്ടിവരും. അങ്ങനെ എല്ലാ വകുപ്പുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. കൃഷി വകുപ്പ് മാത്രം ചെയ്യേണ്ട കാര്യമല്ല. അപ്പോൾ ഇവിടെ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ പൂർണ്ണമായിട്ടും അതിനെനിക്ക് മിനിസ്റ്ററോട് രണ്ട് കാര്യങ്ങളാണ് ശ്രീ സുനിൽകുമാർ, എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ഞങ്ങൾ ഈ ചർച്ചയിൽ ഒരിക്കലും കൃഷി വകുപ്പിനെ കുറ്റപ്പെടുത്താനോ കൃഷിമന്ത്രിയെ പ്രതികൂട്ടിൽ നിർത്താനോ വേണ്ടിയല്ല. പക്ഷേ ഞങ്ങൾ പ്രേക്ഷകർക്കും നമ്മൾക്കെല്ലാവർക്കും ഈ സർക്കാരിൻ്റെ പ്രതിനിധിയായി ഞങ്ങൾക്ക് മുമ്പിലുള്ളത് താങ്കളാണ് ഞങ്ങളുടെ സർക്കാർ. ഈ വകുപ്പുകളെ ഏകോപിപ്പിക്കാൻ കഴിയുന്നതിൻ്റെ ആവശ്യകതയ്ക്കപ്പുറം അതിൻ്റെ നിസ്സഹായതയാണ് മിനിസ്റ്റർ പങ്കുവെക്കുന്നതെങ്കിൽ ഒരു സമൂഹം കൂടുതൽ നിരാശരാവുകയുള്ളൂ. ഒരിക്കലല്ല ശരത്തെ, ഞങ്ങളിതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആരോഗ്യ വകുപ്പിൻ്റെയും അതുപോലെ തന്നെ കൃഷി വകുപ്പിൻ്റെയും മറ്റ് വകുപ്പുകളുടെ ഏകോപനത്തിന് വേണ്ടിയിട്ടുള്ള 2-3 മീറ്റിങ്ങുകൾ ഞങ്ങൾ ഇതിനകം തന്നെ നടത്തി കഴിഞ്ഞു. മാത്രമല്ല, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നിയമം കൂടി വരികയാണെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് ആരംഭിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തി പകരുന്ന കാര്യമാണ്. ഈ ലബോറട്ടറി, ഇവിടെ നേരത്തെ ഹരീഷ് വാസവൻ പറഞ്ഞ പോലെ ആകെയുള്ള 4 ലബോറട്ടറികൾക്ക് പുറമെ 14 ജില്ലകളിലും ലബോറട്ടറികൾ ആരംഭിക്കാൻ പോവുകയാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരു സാമ്പിൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 6-7 മണിക്കൂർ എടുക്കുന്നുണ്ടെങ്കിൽ അരമണിക്കൂറിനകത്ത് 50 സാമ്പിളുകളെങ്കിലും പരിശോധിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വിപുലമായ സാമ്പിൾ പരിശോധിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ പ്ലാനിങ്ങിൽ തന്നെ നമുക്ക് ശുദ്ധമായിട്ടുള്ള പച്ചക്കറി കിട്ടാനും ശുദ്ധമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഒരു വലിയ സന്നാഹം ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിമിതി, ഞാൻ പറഞ്ഞത് ആ പരിമിതിയിൽ പെട്ടുകൊണ്ട് പിന്നെ നിസ്സായസം പ്രകടിപ്പിക്കാനല്ല, ആ പരിമിതി ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുകയും ആ പരിമിതി മറികടക്കാൻ വേണ്ടിയിട്ട് ശക്തമായിട്ട് നീക്കങ്ങളിലേക്ക് ഗവൺമെൻറ് പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഫുഡ് സേഫ്റ്റി അതോറിറ്റി എന്ന് പറഞ്ഞാൽ ആ അതോറിറ്റിയുടെ പ്രവർത്തനം ശക്തമല്ല. അത് ശക്തിപ്പെടുത്താൻ വേണ്ടി നടപടികളിലേക്ക് ഗവൺമെൻറ് പോവുകയാണ്. അതുപോലെ തന്നെ കൃഷി വകുപ്പിൻ്റെ നിയമങ്ങൾ എന്താണ്? ഈ പെസ്റ്റിസൈഡ്സ് നിയമം, ആ നിയമം പാലിക്കപ്പെടുന്നുണ്ടോ? പാലിക്കപ്പെടുന്നില്ലെങ്കിൽ ആ പാലിക്കപ്പെടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്? എൻഫോഴ്സ്മെൻറ്റ് വേണ്ടി വരുന്നുണ്ടെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ കൃഷി വകുപ്പിൻ്റെ എൻഫോഴ്സ്മെൻറ്റും ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റ് എൻഫോഴ്സ്മെൻറ്റും ആരോഗ്യ വകുപ്പിൻ്റെ എൻഫോഴ്സ്മെൻറ്റും എല്ലാം ചേർന്നുകൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കൂടി സഹായത്തോടു കൂടി ഇതുപോലെയുള്ള കാര്യങ്ങളെ ശക്തമായി തടയാൻ വേണ്ടി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇവിടെ നേരത്തെ അത് സൂചിപ്പിച്ച പോലെ പല പ്രശ്നങ്ങളുണ്ടാകാം. ഇപ്പോൾ നിയമം നടപ്പാക്കപ്പെടുമ്പോൾ പ്രായോഗികമായ പല പ്രയാസങ്ങളൊക്കെ നാളെ വരുമെന്ന് കരുതി നിയമം കൊണ്ടുവരാണ്ടിരിക്കാൻ കഴിയില്ല. പിന്നെ ഭക്ഷണത്തിൽ മായം ചേർക്കുന്നവനെ പച്ചവെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്തവൻ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ വഞ്ചകനായിട്ട് കണ്ടുകൊണ്ടാണ്.
ഭക്ഷണത്തിൽ മായം കലർത്തുന്നവനെ ഒരു കാരണവശാലും വെറുതെ വിടാൻ പറ്റുന്നവനല്ല. തീർച്ചയായും. അവർക്കെതിരായി ഏതൊക്കെ രീതിയിൽ ഇപ്പോൾ ഗവൺമെന്റ് പറയുന്ന പോലെ ജീവപര്യന്തമാണെങ്കിൽ ജീവപര്യന്തം, വധശിക്ഷയാണെങ്കിൽ വധശിക്ഷ കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകേണ്ടതുണ്ട്. ആ രീതിയിലേക്ക് പോകണമെന്ന് തന്നെയാണ് ഗവൺമെന്റ് താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ബോബി, ആഗ്രഹിക്കുന്നത്. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വികാരമാണ്. ആ വികാരത്തിൽ കീടനാശിനി പ്രയോഗവും റോ മെറ്റീരിയലും വളരെ പ്രസക്തമായി തന്നെ ഉയർന്നു വന്നൊരു പ്രശ്നം. പക്ഷേ നിങ്ങളുടെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വ്യാപാര മേഖലയിലെ വിമർശനങ്ങളെ ഉൾക്കൊണ്ടേ മതിയാകൂ. അതിലും ചില നിയന്ത്രണങ്ങൾ, മുമ്പ് പറഞ്ഞതുപോലെ വലിയ പരീക്ഷണങ്ങൾ നടത്തി എങ്ങനെ ഏറ്റവും ചീപ്പായി സാധനങ്ങൾ നൽകാം, വില കുറഞ്ഞ സാധനങ്ങൾ മിക്സ് ചെയ്ത് എങ്ങനെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം, വളരെ പ്രധാനപ്പെട്ട നിലയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ എക്സ്ട്രാക്റ്റ് എടുത്തതിന് ശേഷം വരുന്ന ചണ്ടി ഉപയോഗിച്ചിട്ട് അല്പം നല്ല പ്രോഡക്റ്റും കൂടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന നിലയിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ എന്ന ആക്ഷേപം, ആ ഉൽപ്പന്നങ്ങളുടെ കെമിക്കൽ റെസിഡ്യൂ പരിശോധിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ കാക്കനാട്ടെ ലാബിൽ പോലും ഇല്ല ഒരു ഭാഗത്ത്. അതുപോലെ തന്നെ നാച്ചുറൽ സ്റ്റാർച്ചിൻ്റെ സ്ഥലത്ത് ഇപ്പോൾ മഞ്ഞൾ പൊടിയായി മാറുന്ന ഒരു ഘട്ടത്തിൽ പാക്ക് ചെയ്യുമ്പോൾ അതിൽ മറ്റ് സ്റ്റാർച്ചുകൾ ചേർക്കപ്പെടും. ഞാൻ ചില ഉദാഹരണങ്ങൾ, ഉപ്പ്, അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെ കാര്യം ഇവിടെ പറഞ്ഞു, ഈ വറ്റൽ മുളകിൻ്റെ അപകടം സൂചിപ്പിച്ചു. നിങ്ങളുടെ മേഖലയിലുമുണ്ട് ഇത്തരം കുഴപ്പം പിടിച്ച പ്രവണതകൾ. അത് സ്വയം തിരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നിയമം ഒരുപക്ഷെ കൂടുതൽ ശക്തമായി നിങ്ങളുടെ മുൻപിലേക്ക് വന്നേക്കാം. ഇത് വളരെ ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. ഇങ്ങനെയുള്ള നിയമങ്ങൾ വളരെ അത്യാവശ്യമാണ്. ഒരുപാട് ആളുകൾ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ മാതിരി എന്തൊക്കെ അഡൾട്രേഷൻ ആണ് പുതിയതായിട്ട് വരുന്നത് എന്ന് നമ്മൾ റിസർച്ച് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് പല കമ്പനികളും ഉൽപാദനം ത്തിന്റെ ചെലവ് കുറയ്ക്കാനായിട്ട് പല രീതികളും അവലംബിക്കാൻ തന്നെ ഒരു റിസർച്ച് നടത്തുന്നുണ്ട്. അപ്പൊ കമ്പനികൾ റിസർച്ച് നടത്തി പുതിയ പുതിയ അഡൾട്രേഷൻ കണ്ടുപിടിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. അപ്പൊ എങ്ങനെ നിയമപരമായിട്ട് അഡൾട്രേഷൻ നടത്താമെന്ന് കമ്പനികൾ റിസർച്ച് നടത്താനായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ശ്രീ ബോബി, അതായത് താങ്കളെ ഞെട്ടിച്ച ഒരു ഈ പറഞ്ഞ അഡൾട്രേഷന്റെ ഒരു അനുഭവം ആത്മാർത്ഥമായി തുറന്നു പറയാമോ? ഇപ്പൊ മുളക് നമ്മൾ എക്സ്ട്രാക്ഷൻ എടുത്തിട്ട് അതിന്റെ ചണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു അഡൾട്രേഷൻ ആയിട്ട്, അതിന്റെ വേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആർക്കും അത് അഡൾട്രേഷൻ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. അങ്ങനെ ഉപയോഗിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉള്ളതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതായത് ഒരു ഗുണവുമില്ലാത്ത അപകടകരമായ തള്ളിക്കളയുന്ന ചണ്ടി ഉപയോഗിച്ച് അതെ കൂട്ടുകൾ ഉണ്ടാക്കുക, അതിന്റെ വേസ്റ്റ് ഉപയോഗിച്ചിട്ട് കറി പൗഡർ മാനുഫാക്ചർ ചെയ്യുന്ന പല അനുഭവങ്ങളും എനിക്ക് പലപ്പോഴും പല ആളുകളും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അത് പിടിക്കാനും ബുദ്ധിമുട്ടായിരിക്കില്ലേ ഈ പറഞ്ഞ അഡൾട്രേഷൻ? അതൊരിക്കലും നിയമത്തിന്റെ പരിധിയിൽ വരുന്നില്ല. ഒരു സ്പൈസസിന്റെ എക്സ്ട്രാക്ട് എടുത്ത് ഇത് ചേർക്കാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞു. തണ്ണിമത്തനിൽ വെള്ളം ചേർത്താൽ നമുക്ക് അറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ മാതിരിയാണ് ഇതിന്റെ പ്രശ്നങ്ങളും. പക്ഷെ അതിന്റെ അപകടമോ? അപകടം വളരെ ദൂഷ്യമാണ്. ഇതിൽ കെമിക്കൽ റെസിഡ്യൂ ഒന്നും ആർക്കും ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് ഈ എക്സ്ട്രാക്ട് എടുക്കുന്നത് കെമിക്കൽ എക്സ്ട്രാക്ഷൻ ആണ് സാധാരണ ചെയ്യുന്നത്. ഈ അതിൽ എക്സ്ട്രാക്റ്റിലുള്ള റെസിഡ്യൂ നമുക്ക് അവര് പല രീതിയിൽ അത് വേർതിരിച്ചെടുക്കുന്നുണ്ട്. എന്നാലും മുഴുവനായിട്ട് നമുക്ക് എക്സ്ട്രാക്റ്റിലെ റെസിഡ്യൂ വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. ബോബി നേരത്തെ മിനിസ്റ്റർ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവുമല്ലോ, ഇമാതിരി പണി കാണിക്കുന്നവരെ പച്ചവെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള ഇത് ചെയ്യുന്നത് നന്നായിട്ട് കേട്ടല്ലോ. ബോബി എന്ന ഈ രംഗത്തെ ഒരു സംരംഭകൻ തന്നെ സമ്മതിക്കുന്ന ചില വ്യവസ്ഥകൾ കീടനാശിനി. ശ്രീ സുനിൽകുമാർ, നേരത്തെ ഇപ്പോൾ ഈ മഞ്ഞളിനകത്തുള്ള പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് കുറുക്കുമീൻ അതിനെടുത്തതിന് ശേഷം മഞ്ഞൾ കൊടുക്കുകയാണ്. മഞ്ഞൾ എന്ന് പറഞ്ഞാൽ മഞ്ഞളിനകത്ത് അതും കൂടെ ചേരുമ്പോഴാണ് മഞ്ഞൾ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ അതിൻ്റെ എല്ലാ രീതിയിലുമുള്ള പിന്നെ മെഡിസിനൽ വാല്യൂ ഉണ്ടാകുന്നത്. ആ മെഡിസിൻ വാല്യൂ എടുത്തതിന് ശേഷം മഞ്ഞൾ വിൽക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. കൊടപ്പുളി അതിൻ്റെ സത്ത് വാറ്റിയെടുത്ത ശേഷം കൊടപ്പുളി വിൽക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ എല്ലാ രംഗത്തും ഈ ഫുഡ് ഇൻഡസ്ട്രി രംഗത്തുള്ള ആളുകളുടെ സത്യസന്ധത പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഏറ്റവും നല്ല വസ്തുക്കൾ ജനങ്ങൾ കൊടുക്കുക എന്ന് പറയുന്ന ഒരു എത്തിക്സ് ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് പോയി പറയുകയാണ്. ഏറ്റവും നല്ലത് കൊടുക്കണം, ഏറ്റവും നല്ലത് പ്രകൃതിദത്തമായത് കൊടുക്കണം. എല്ലാവരിലേക്കും ഡോക്ടർ സന്തോഷിനും ഹരീഷ് വാസുവിലേക്കും ടോഷ്മയിലേക്കും പോകണം. ഡോക്ടർ സന്തോഷ്, എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത് ചുരുക്കം വാക്കുകൾ? ഇത് നമ്മൾ ഈ അഡൾട്രേഷന് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഭക്ഷ്യവസ്തുവിനകത്ത് ആക്റ്റീവായിട്ട് അത് എന്താണെന്ന് നിർവചിക്കേണ്ടത്. ഭക്ഷ്യവസ്തുവിനകത്ത് ഇന്ന അളവിലെങ്കിലും ഇന്ന സാധനം ഉണ്ടായിരിക്കണം എന്നുള്ളത് ഒരു റിവേഴ്സ് ഡെഫിനിഷൻ കൂടെ വേണ്ടി വരും. അഡൾട്രേഷൻ ഭാഗമായിട്ട് മായം ചേർക്കുന്നതല്ല. ഒരു മഞ്ഞളാണെങ്കിൽ മഞ്ഞളിന്റെ എത്ര ഉണ്ടെന്ന് ദയവായി തുറന്നു പറയൂ. അതാണ് ആ ഒരു ഡെഫിനിഷൻ. ഹരീഷ് വാസുദേവ്,
ഹരീഷ് ഇപ്പോൾ വാസുദേവ്, ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു റിവേഴ്സ് എഫക്റ്റിൽ നിങ്ങൾ ഇതിൽ യഥാർത്ഥ ഉൽപ്പന്നം സത്യസന്ധമായി എത്രയുണ്ട് എന്ന് പറയൂ എന്ന് വിലപിക്കുന്ന ഒരു ഉപഭോക്താവിന്റെ കാലത്തേക്ക് പോവുകയാണോ നമ്മൾ? അല്ല, ഈ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് എല്ലാ കവറിന്റെയും പുറത്ത് അതിന്റെ ഓരോന്നിന്റെയും കണ്ടന്റ് വ്യക്തമായിട്ട് എഴുതണമെന്ന്. പക്ഷേ പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന ആൾക്ക് ഒരു ലെൻസ് കൂടി കൊടുത്താൽ മാത്രമേ പലപ്പോഴും ഇത് വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിയമം എങ്ങനെയാണ് നടപ്പാക്കപ്പെടുന്നത്, വളച്ചൊടിക്കുന്നത് നമുക്കറിയാം. രണ്ടാമത്തെ കാര്യം, നല്ല കാര്യങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അപ്പം ഞാൻ ഈ ന്യൂ ഇയർ ആഘോഷിക്കാൻ വട്ടവടയിൽ പോയപ്പോൾ അവിടുത്തെ കർഷകരെല്ലാവരും പറഞ്ഞു, ശ്രീ സുനിൽകുമാർ മന്ത്രി അവിടെ പോയി അവർക്ക് പച്ചക്കറി എത്ര വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ, കേരളം എടുത്തോളാം, അതിൻ്റെ വിലയും തരാം എന്ന് പറഞ്ഞു. അവിടെ എല്ലാം അദ്ദേഹം പോയി സന്ദർശിച്ചതായിട്ടൊക്കെ അവിടെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഉണ്ടായിരുന്നു. അവരാദ്യമായിട്ടാണ് അങ്ങനെ ഒരു സൗജന്യം സർക്കാരിൽ നിന്ന് കിട്ടുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് കൂടി നമ്മൾ വാർത്തയാക്കുകയും അതിനെ എൻകറേജ് ചെയ്യുകയും വേണം. രണ്ട്, കേരളത്തിൽ വിൽക്കുന്ന അതേ പ്രോഡക്റ്റ് ഞാൻ ദുബായിൽ പോയി വാങ്ങിച്ചപ്പോൾ, സൗദിയിൽ പോയി വാങ്ങിച്ചപ്പോൾ സ്വാദ് വളരെ വ്യത്യസ്തമാണ്. നല്ല സ്വാദുള്ള മസാലക്കറികൾ കിട്ടുന്നു. അതേ പ്രോഡക്റ്റ് കേരളത്തിൽ വാങ്ങിയാൽ വളരെ മോശം ക്വാളിറ്റിയാണ്. അപ്പോൾ ഒരു കമ്പനി തന്നെ യൂറോപ്പിലേക്കും ദുബായിലേക്കും അയക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ളതും സെക്കൻഡ്സോ തേർഡ്സോ ആയിട്ടുള്ളത് കേരളത്തിൽ വിൽക്കുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ട്. ഇത് ശക്തമായ ഒരു സംവിധാനം കൊണ്ട് ഇതിപ്പം എന്താണ് സുനിൽകുമാർ പറയുന്നത്? മിനിസ്റ്റർ എന്താണ് പറയുന്നത്? ഹരീഷ് അറിയാം, അവർ രണ്ട് തരം പ്രോഡക്റ്റുകൾ ഇറക്കുന്നുണ്ട്. മിനിസ്റ്റർ, മലയാളിക്ക് ഇത് മതി. ഇവിടെ എന്താണ് പറയാൻ വന്നത്? അതായത് വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങൾ വളരെ സത്യസന്ധമായി ഒരു മായവും ചേർക്കാതെ വിൽക്കുന്ന അതേ കമ്പനികൾ തന്നെ എല്ലാ മായവും ചേർത്ത സാധനങ്ങൾ കേരളത്തിൽ വിൽക്കും. എന്താ കാരണം? കേരളത്തിൽ ഇത് വിറ്റാൽ പിടിക്കുകയില്ല, അവൻ ജയിലിലേക്ക് പോകാനും പോകുന്നില്ല. അവിടേക്ക് വിറ്റ് കഴിഞ്ഞാൽ അവൻ്റെ ആഫീസ് പൂട്ടി കിട്ടും, അവൻ ഒന്നുകിൽ അവന്റെ ബിസിനസ് പൊളിഞ്ഞു പോകും, അല്ലെങ്കിൽ ജയിലിലേക്ക് അറിയാത്തതുകൊണ്ടല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയും ഈ നിയമം വന്നേ മതിയാകും. ശ്രീ ബോബി ലൈനിലുണ്ടെങ്കിൽ എന്താണ് ഈ പറഞ്ഞതുപോലെ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നതിന്റെ വളരെ കൃത്യമായ ഗുണനിലവാരം ഇവിടെ അത് കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാലങ്ങളായുള്ള പരാതി. ഒരു ഫുഡ് പ്രോട്ടോകോളിൽ നമ്മൾ ഒരുപാട് പിന്നിലാണ്, അത് മുതലാക്കുന്നു. ഇതില് ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിലൊരു സത്യമുണ്ടോ എന്ന് ആദ്യം പറയൂ. ആ പറഞ്ഞതിലൊരു സത്യമുണ്ടോ? അതിന്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട്. അതായത് വിദേശത്ത് അവരുടെ സ്പെസിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് മാത്രമേ നമുക്ക് അങ്ങോട്ട് കയറ്റി അയക്കാൻ പറ്റൂ. അതായത് ഇവിടെ വിൽക്കുന്ന, ഒരു ഉദാഹരണം ചോദിച്ചോട്ടെ, ഇവിടെ വിൽക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾ നാളെ കയറ്റി അയക്കാൻ തീരുമാനിച്ചാൽ അവിടെ അത് അവരെടുക്കില്ല എന്നുള്ളത് ഉറപ്പല്ലേ പലതിനും? അങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ല. പല കമ്പനികൾക്കും അങ്ങനെ ഉണ്ടാവുമായിരിക്കും. ഞങ്ങളുടെ കമ്പനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഞാൻ നിങ്ങളെ കുറിച്ചോ മറ്റുള്ളവരെ കുറിച്ചോ അല്ല, ഞാൻ പൊതുവായ ഒരു പ്രശ്നമാണ്. ടോഷ്മ, ഏതായാലും ഇതെല്ലാം കേട്ടപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ചിന്തയ്ക്ക് അപ്പുറത്തേക്ക് വലിയ കുഴപ്പം പിടിച്ചൊരവസ്ഥയിലെത്തി എന്ന ഒരു ആശങ്ക വീട്ടമ്മ എന്ന നിലയിൽ കൂടി തോന്നുന്നുണ്ടോ? ഇത് മാത്രമല്ലല്ലോ, മീൻ സംസ്കരണം, ഉണക്കമീൻ സംസ്കരിക്കുന്നത് തമിഴ്നാട്ടിൽ അതിക്രൂരമാണ്. മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ ഉണക്കമീൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ആളുകൾ പോലും കഴിക്കാൻ തോന്നില്ല എന്ന് പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മാംസ വിപണി. ടോഷ്മ, അതെ തീർച്ചയായിട്ടും ഇപ്പം ബ്രോയിലർ ചിക്കൻ നമ്മൾ ഇത്ര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ പോലും ഈ ബ്രോയിലർ ചിക്കന് കൊടുക്കുന്ന ഫീഡിൽ പോലും ഹോർമോണാണ് കൊടുക്കുന്നത്. അത് കഴിച്ച് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തിനും പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ എന്ത് സാധനം ഇപ്പം നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നത്? എന്തിലാണ് മായം ഇല്ലാത്തത്? ഇപ്പം എല്ലാത്തിലും മായമാണെങ്കിൽ എന്ത് കഴിക്കും? അത് വലിയൊരു ചോദ്യമല്ലേ? പൊതുസമൂഹം നേരിടുന്ന വലിയൊരു ചോദ്യമാണ്. എല്ലാത്തിലും മായമാണെങ്കിൽ എന്താണ് പിന്നെ കഴിക്കുന്നത്? എന്ത് കഴിച്ചാലും പ്രശ്നമാണ്. നേരത്തെ ശ്രീ ബോബി പറയുകയുണ്ടായിരുന്നു, വിദേശത്ത് കയറ്റി അയക്കുന്ന സാധനങ്ങൾക്ക് കൃത്യം സ്പെസിഫിക്കേഷൻ ഉണ്ടെന്ന്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ മായം കലർത്തിയ അഡൾട്രേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്നതിൻ്റെ കാരണം സ്പെസിഫിക്കേഷൻ ഇല്ലാത്തതല്ലേ? നമ്മുടെ നിയമം ഇപ്പം നമുക്ക് നിയമം നിർമ്മിക്കാനായിട്ട് നമുക്ക് ഭയങ്കര ഉത്സാഹമുണ്ട്. ഈ ഉത്സാഹം തന്നെ നമ്മൾ നിയമം ആക്കുന്നതിലും കാണിക്കേണ്ടതല്ലേ? ടോഷ്മ പറഞ്ഞ വളരെ പ്രധാനമാണ്. ഇതിൽ കുറ്റവാളികളാകുന്നു, കുറ്റം ചെയ്താൽ അവരെ ശിക്ഷിക്കുന്നതിന് പരമാവധി ശിക്ഷ. അതാണ് ടോഷ്മ പറഞ്ഞ ശരിയാണ്. അതാണ് യഥാർത്ഥത്തിൽ ഈ നിയമ കമ്മീഷൻ ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഈ ഉൽപ്പന്നങ്ങൾ വളരെ ശാസ്ത്രീയമായി നിബന്ധനകൾക്ക് വിധേയമായി എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കർശന ശുഷ്കാന്തി യഥാർത്ഥത്തിൽ ഇല്ല എന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആകുലത കൂടിയാണ് ടോഷ്മ പങ്കുവച്ചത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വേഗം ചർച്ചയിലേക്ക് മടങ്ങി വരാം.
പ്രൈം ഡിബേറ്റ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ശക്തമായ, കൃത്യമായ, പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ ഉയരുമ്പോൾ തന്നെ പ്രേക്ഷകരുടെ, ജനങ്ങളുടെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതുമാണ്. ചില പ്രതികരണങ്ങളിലേക്ക് ചുരുക്കം വേഗത്തിൽ പോകാം. തുടർന്ന് ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്കും എല്ലാവരിലേക്കും വരാം. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അനീഷ് ചേരുന്നുണ്ട്. ആലപ്പുഴയിൽ കഞ്ഞിക്കുഴി, ഏറ്റവും നേരത്തേക്ക് ചർച്ചയുടെ ഭാഗമായി വന്ന ജൈവ കൃഷിയുടെ, പച്ചക്കറി കൃഷിയുടെയൊക്കെ ഒരു കേന്ദ്രമായ കഞ്ഞിക്കുഴിയിൽ നിന്നുമാണ് പുതിയ വാർത്തയുടെ പശ്ചാത്തലത്തിൽ പ്രൈം ഡിബേറ്റിനൊപ്പം ഇപ്പോൾ അനീഷ് ചേരുന്നത്. അനീഷ്, ശരത്, ഇന്ന് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ ഒരു ജനകീയ പ്രതിരോധം അല്ലെങ്കിൽ ജനകീയ ബദൽ തീർത്ത ഒരു സ്ഥലത്താണ് നാം ഇപ്പോൾ ഉള്ളത്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ കർഷകരോടും അവിടുത്തെ തദ്ദേശ ഭരണ സ്ഥാപനത്തിലെ പ്രതിനിധികളോടും ഭാരവാഹികളോടും ഒപ്പമാണ് നമ്മളുള്ളത്. ആദ്യം തന്നെ ഈ വിഷയത്തെപ്പറ്റി അവരോട് നേരിട്ട് ചോദിച്ചറിയാം. ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായ MG രാജു നമ്മോടൊപ്പം ഉണ്ട്. ഇത്തരത്തിലൊരു ശുപാർശ വന്നിരിക്കുന്ന ലോ കമ്മീഷൻ്റെ ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർത്താലുള്ള ശിക്ഷ ജീവപര്യന്തമാക്കി ഉയർത്താൻ നിങ്ങൾ എങ്ങനെ ഇതിനെ വരവേൽക്കുന്നു? വളരെ വിഷാംശം അടങ്ങുന്ന പച്ചക്കറിയാണ് കേരളത്തിലെ ഒട്ടുമിക്ക മാർക്കറ്റുകളിലും വരുന്നത്. അപ്പോൾ അത്തരം മാർക്കറ്റുകളിൽ വരുന്ന ഉൽപ്പന്നങ്ങൾ ശരിക്കും നമ്മുടെ ഭക്ഷ്യസാധനങ്ങളാണ്. അപ്പോൾ ആ ഭക്ഷ്യസാധനത്തിൽ വിഷം ചേർക്കുന്നവരെ ഈ നിയമത്തിൽ ഉൾപ്പെടുത്തി വളരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതാണ്. ശരിക്കും ഇഞ്ചിഞ്ചായിട്ട് മനുഷ്യനെ കൊല്ലുന്ന ഒരു ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ ഈ മായം ചേർത്ത പച്ചക്കറി ഉൾപ്പെടെയുള്ളത് വിൽക്കുന്നത് കാരണം ആൾക്കാർക്ക് മാരകമായിട്ടുള്ള ക്യാൻസർ പോലെ രോഗങ്ങൾ പിടിപെടുന്നുണ്ട്. ശരത്, തീർച്ചയായും ഇത്തരത്തിൽ തന്നെയാണ് ഇവിടെ നിന്നൊരു പൊതുവികാരം ഉയരുന്നത്. കാരണം വളരെ മാന്യമായി വിഷവസ്തുക്കൾ ഉപയോഗിക്കാതെ, മായം ഉപയോഗിക്കാതെ കൃഷി ചെയ്യുന്ന ഒരുപറ്റം കർഷകരാണ് ഇവിടുള്ളത്. അതുകൊണ്ട് തന്നെ പുതിയ ശുപാർശകളെ തുറന്ന മനസ്സോടുകൂടി തന്നെയാണ് ഇവിടുത്തെ ആളുകൾ സ്വാഗതം ചെയ്യുന്നത്. അതുതന്നെയാണ്, കഞ്ഞിക്കുഴിയിലെ കർഷകരാണ് ഈ ഘട്ടത്തിൽ വിഷാംശത്തിനെതിരായ ഒരു വലിയ പ്രതിരോധം പുതിയ സാഹചര്യത്തിൽ രൂപപ്പെടണം എന്ന് പറയുന്നത് പ്രൈം ഡിബേറ്റുമായി അഭിപ്രായം പങ്കുവച്ചത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്തുമുണ്ട്. ശ്രീജിത്ത്, എങ്ങനെയാണ് ജനങ്ങളുടെ അവിടെ നിന്ന് രേഖപ്പെടുത്താനായ പ്രതികരണങ്ങൾ? ശരത്ത്, സമൂഹത്തിലെ ബഹുഭൂരിപക്ഷത്തെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ അഭിപ്രായം ജനങ്ങളെ സംബന്ധിച്ചുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങിയ ഒരാളോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന ഈ ഒരു നിയമത്തെ കാണുന്നത്? തീർച്ചയായിട്ടും ഭക്ഷണത്തിൽ മായം കലർത്തുക എന്ന് പറഞ്ഞാൽ ഗുരുതരമായ ഒരു വിഷയമാണത്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഭവമാണ്. അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. നടപ്പാക്കാൻ വേണ്ടിയല്ല പറയുന്നത്. ഓരോരോ സർക്കാർ വരുമ്പോൾ അവർ ഓരോന്നും ഇങ്ങനെ കാട്ടിക്കൂട്ടിയിട്ട് അങ്ങ് പോവുകയാണ്. ഇതൊന്നും നടപ്പിലാക്കുകയില്ല. ഇപ്പം എല്ലായ്പ്പോഴും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ല. അപ്പോൾ എല്ലാ ജനങ്ങളും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരാണ്. അതുകൊണ്ട് ഭക്ഷണത്തിൽ മായം കലർത്താതെ വളരെയധികം സൂക്ഷിച്ച് ചെയ്യേണ്ടതും അതിന് ഇത്രയും കടുത്തൊരു ശിക്ഷ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അതിൻ്റേതായ ഒരു പരമാവധി ഇളവ് കൊടുത്ത് പിന്നെ അതിന് മായം ചേർക്കാത്ത രീതിയിലുള്ള ഭക്ഷണം ക്രമീകരിക്കാനുള്ള ഒരു അവസരം എല്ലാവർക്കും നൽകി കൊടുക്കണം. അല്ല, തീർച്ചയായിട്ടും ഭക്ഷണത്തിൽ മായം ചേർക്കുന്നവർക്ക് ഒരു ജീവപര്യന്തം കൊടുക്കാവുന്നതാണ്. അതാണ് വേണ്ടത്. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമല്ല, അതല്ലേ നമുക്ക് ഏറ്റവും വലുത്. അതിൽ മായം ചേർക്കാൻ പാടില്ലല്ലോ. ശരത്ത്, ഇത്തരത്തിൽ ശക്തമായ പ്രതികരണങ്ങളും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും സമ്മിശ്രമാണ് ഏറെക്കുറെയുള്ള പ്രതികരണങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ മായം ഇല്ലാത്ത ഭക്ഷണം ലഭിക്കണമെന്ന ആവശ്യമാണ് ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ശരത്, റൈറ്റ്. ഏതായാലും ഇത് അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ ഡോക്ടർ സന്തോഷ് കുമാർ എല്ലാവരിലേക്കും വളരെ ചുരുക്കം വാക്കുകളിൽ, വളരെ ചെറിയ മിനിറ്റുകൾ മാത്രമേ നമുക്ക് മുമ്പിലുള്ളൂ, വളരെ ക്യാൻസറസ് പോലെ പടർന്നു പിടിച്ച ഒരവസ്ഥ, ഇതുപോലുള്ള ശക്തമായ നടപടികൾ പിന്നോട്ട് പോകാതെ അനിവാര്യമാണ് എന്ന വിചാരത്തോടെ നിർത്താമോ ഈ ചർച്ച? എൻ്റെ ഒരു പ്രധാനപ്പെട്ട അഭിപ്രായമുള്ളത്, ഭക്ഷണത്തിനകത്ത് രുചി കൂട്ടാനും അല്ലെങ്കിൽ കൂടുതൽ നാൾ നിൽക്കാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ സംഭവം കൃത്യമായിട്ട് മായമാണ്. പക്ഷെ മറിച്ച് ഈ രാസവള പ്രയോഗം അത് ഇതിനകത്ത് മാറ്റി നിർത്തേണ്ട കാര്യമാണ്. ഈ പറഞ്ഞ കീടനാശിനികളുടെ കാര്യത്തിനകത്ത് വളരെ കാര്യമായി ആലോചിച്ച്, കാരണം നമ്മൾ ഇത്രയും നാളത്തെ മനുഷ്യന്റെ ഒരു ആയുസ് നീട്ടിക്കിട്ടിയതിനകത്ത് ഭക്ഷണത്തിന്റെ അവൈലബിലിറ്റി ഒരു പ്രശ്നമാണ്. തീർച്ചയായും അത് തിരിച്ചറിയുമ്പോൾ തന്നെ ഹരീഷ് വാസുദേവ്, മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് പാടില്ല എന്ന മട്ടിൽ ഇങ്ങനെ ശക്തമായി മുന്നോട്ട് പോകണം എന്നാണോ പറയുന്നത്? എനിക്ക് തോന്നുന്നത്, പറഞ്ഞോളൂ ഹരീഷ്. ഈ ചർച്ചയിൽ എല്ലാവരും ചൂണ്ടിക്കാണിച്ച എല്ലാ കൈകളും നേടുന്നത് കേന്ദ്ര സർക്കാരിലേക്കാണ്. കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഒരു ഒളിച്ചോട്ടം എന്നുള്ള നിലയ്ക്ക് ലൈഫ് ഇംപ്രിസൺമെന്റ് കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറയുക വഴി ഈ ചർച്ചയെ മൊത്തം ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകാനാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ചെയ്യേണ്ട 900 കാര്യങ്ങൾ അപ്പുറത്ത് വെച്ചിട്ട് ഇത് മാത്രമായി നമ്മളെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ ചർച്ച പോകുന്നതെങ്കിൽ അത് നെഗറ്റീവായിരിക്കും.
അല്ലെങ്കിൽ നമുക്ക് ഇത്രയും കാലം നടന്ന പോലെ അല്ല, കുറച്ചുകൂടി സീരിയസ് ആയിട്ട് പോകാനാണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. ടോഷ്മ, വ്യത്യസ്തമായ ഒരു കാര്യം, മന്ത്രി കൂടി നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഒരുപാട് കാര്യങ്ങൾ പല നിലകളിൽ നമ്മൾ ചർച്ച ചെയ്തു. മന്ത്രിയോട് പറയാനുള്ളത് എന്താണ്? മന്ത്രി തീർച്ചയായിട്ടും ഒത്തിരി കാര്യങ്ങൾ ജൈവ കൃഷിക്ക് വേണ്ടിയിട്ടും ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് എല്ലാവരും തന്നെ. അത് വളരെ സ്വാഗതാർഹവും വളരെ പോസിറ്റീവായിട്ടുള്ള, നമുക്ക് പ്രതീക്ഷ നൽകുന്ന, ഒരു വെട്ടം ദൂരെയാണെങ്കിൽ ഒരു വെട്ടം കാണുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് മന്ത്രി ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് അഭിനന്ദനാർഹം തന്നെയാണ്. റൈറ്റ്. ശ്രീ സുനിൽകുമാർ, നേരത്തെ എല്ലാ ജില്ലകളിലും ലാബ്, വേഗത്തിൽ റിസൾട്ടുകൾ, അതിനനുസരിച്ചൊരു നയം, ജൈവ നയം മറുഭാഗത്ത്, ഇതും താങ്കൾ സൂചിപ്പിച്ചു. പക്ഷേ എനിക്ക് ശ്രദ്ധേയമായി തോന്നിയത് കൃഷി വകുപ്പിൻ്റെ കീടനാശിനി നയം നടപ്പാക്കും, അത് കൃത്യമായി കർഷകരടക്കം തിരിച്ചറിയുന്നുണ്ടോ എന്നൊരു സംശയം അപ്പോഴും ബാക്കി. കർഷകൻ അവർക്ക് തോന്നുന്ന വിധത്തിലേക്ക് ഇതൊക്കെ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ കേരളത്തിൽ നിൽക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്വം മറുഭാഗത്ത്. സമയബന്ധിതമായി നടപടികൾ സ്വീകരിച്ച് ബോധ്യപ്പെട്ടും അനുഭവിച്ചും നമ്മൾക്ക് മുന്നോട്ട് പോകണ്ടേ? ആ നിലയിൽ ഇടപെടുമോ? തീർച്ചയായിട്ടും ഇതിനകത്ത് നിയമം മാത്രം പോരാ, എല്ലാ സന്നാഹങ്ങൾ വേണമെന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഒരു കാര്യം, കീടനാശിനി പ്രയോഗത്തിൻ്റെ കാര്യത്തിൽ നിയമവിരുദ്ധമായി കൃഷി വകുപ്പിൻ്റെ നിർദ്ദേശത്തിന് വിരുദ്ധമായി കീടനാശിനി പ്രയോഗിച്ചാൽ അങ്ങനെയുള്ള കൃഷിക്കാർക്ക് സബ്സിഡി ഉൾപ്പെടെ പിൻവലിക്കുന്ന കാര്യം ഗവൺമെൻറ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിയമം കൊണ്ട് മാത്രം ഇത് തടയാൻ കഴിയുന്നതല്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി നമുക്ക് ഉൽപ്പാദിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം കൂടെ നമ്മൾ കാണിക്കണം. നമ്മുടെ വീട്ടിൽ കുറച്ചെങ്കിലും പച്ചക്കറി ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കാൻ ഒരു ഉത്തരവാദിത്തം നമ്മൾ കാണിക്കില്ല. എല്ലാം മാർക്കറ്റിൽ പോയി വാങ്ങണം എന്ന നിലയിലേക്ക് വാങ്ങിയാൽ മതി എന്ന ഒരു നിരുത്തരവാദിത്തം നമ്മൾ പൗരന്മാർ കാണിക്കാൻ പാടില്ല. നമുക്ക് ആവശ്യമായ സാധനം നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ഇച്ഛാശക്തി ഒരു പൗരനുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ, അത് ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കാൻ, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ ഉത്തരവാദിത്വം നമ്മൾ കാണിക്കണം. അത് ചെയ്യാൻ ആദ്യം നമ്മൾ തയ്യാറായിട്ട് വേണം മറ്റു കാര്യങ്ങളെപ്പറ്റി കൂടി നമ്മൾ സംസാരിക്കാൻ. അതുകൊണ്ടാണ് കൃഷി എന്ന് പറയുന്നത്, ഇത് കൃഷിക്കാരനെ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നിയോഗിച്ച ഒരു സംസ്ഥാനമല്ല കേരളം. നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. നമ്മളെല്ലാവരും കൂടി ചെയ്യുന്നതാണ് കൃഷി. പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ ഇപ്പോൾ ജൈവവളം, പിന്നെ രാസവളവും രാസകീടനാശിനി ഉപയോഗിക്കാതെ കൃഷി മുന്നോട്ട് പോവില്ല എന്ന് പറയുന്നതൊന്നും ശരിയല്ല. ജൈവ രീതിയിൽ തന്നെ, ശാസ്ത്രീയമായ രീതിയിൽ ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ് എന്ന അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ട കൃഷി രീതി അവലംബിച്ചുകൊണ്ട് മനുഷ്യർക്ക് ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത ശുദ്ധമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അത് സാധിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ നടപടിയാണ് ഗവൺമെൻറ് ഭാഗത്തുണ്ടാകുന്നത്. ഏതായാലും സുനിൽ, ഞാനൊന്ന് ഇടപെടുകയാണ്. ബഹുമാന്യനായ മന്ത്രി, ഏതായാലും താങ്കൾ പറഞ്ഞതുപോലെ അത് പ്രാവർത്തികമാക്കി തെളിയിച്ചു തരൂ. അതിനുള്ള ശേഷി സർക്കാരിൻ്റെ ഭാഗമായി താങ്കൾക്കുണ്ടാകട്ടെ. അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഈ ചർച്ചയിൽ ഉയർന്നതുപോലെ തന്നെ നിയമം കർക്കശമാകണം, കൃത്യമായി കുറ്റമായി തന്നെ കാണണം, കൊലയാളിയായി തന്നെ കാണണം, നടപടികൾ ഉണ്ടാകണം. പക്ഷേ നിയമം മാത്രം ഒന്നിനും ഒരു പരിഹാരമല്ല. ശക്തമായ നയവും നടപടിയും ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ മാത്രമേ സമൂഹത്തിൻ്റെ ഭക്ഷണത്തെ വിഷരഹിതമാക്കാൻ ഒരു പരിധിവരെയെങ്കിലും കഴിയൂ. വളരെയധികം നന്ദി ശ്രീ സുനിൽകുമാർ, ഒപ്പം തന്നെ ചോഷ്മ, ഡോക്ടർ സന്തോഷ് കുമാർ, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവ്, സാറ സ്പൈസസിൻ്റെ MD ശ്രീ ബോബി ഞങ്ങളോട് സഹകരിച്ചതിന്. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.